കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ. ഞാനിപ്പോൾ ദുബായിൽ വന്നത് തന്നെ ഒരു യക്ഷിയെ തിളയ്ക്കാനാണ്. ആ, യക്ഷിയുടെ ഒന്ന് സൂം ചെയ്ത് അതാണ് ഞാനിപ്പോ ഞാൻ ഒന്ന് വിചാരിച്ചു സൂം ചെയ്ത് 1 മണിക്കൂറില 2 മണിക്കൂറുള്ള ഇഷാൻ ദേവിന് 3 മണിക്കൂർ വേണം ഞാൻ തരും. അപ്പൊ ലജ്ജാവതി പലപ്പോഴും പലർക്കും അറിയത്തില്ലായിരുന്നു അതിന്റെ ഹമ്മിങ് പാടിയിട്ടുള്ളത് ഇഷാൻ ദേവ് ആയിരുന്നു എന്നുള്ളത്. അപ്പൊ അത് അങ്ങനെയാണ് എൻ്റെ ശരിക്കുള്ള ഐഡന്റിറ്റി. ഇത് ആരുടെ പാടിയെന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യത്തുള്ളൊരു പരിപാടി. അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് വരും ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ബാലഭാസ്കർ എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വന്ന് നിൽക്കും. അത് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയും, എൻ്റെ ഫ്രണ്ടിൽ ഒരു 10,000-10,000 പേര് പോയ പോലെയാണ്. അത് ആരോട്ട് കണക്റ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ നമ്മളെ അറിയാത്ത ആൾക്കാരാണ് നമ്മുടെ റിലേഷനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക. പുറത്തിപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കകത്താണ് നമ്മളൊരു ഇപ്പോൾ ബാലു അണ്ണൻ്റെ ഒരു പടം നമ്മൾ പോസ്റ്റ് ചെയ്തു, നീക്ക് കൂടെ കൊന്നിലിടാൻ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ലൈഫിലെ ഒരു ഭാഗമാണ് ബാലഭാസ്കർ. അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, അത്രയും നമ്മളെ ഉൾക്കൊള്ളുന്ന ആളുകളില്ലേ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ. അതാണ് നമ്മുടെ തോൽവി. ഒരു ഫ്രണ്ട് 1000 ബുക്കിന് സമാണെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഫ്രണ്ട് 10,000 ആളിന് തുല്യമായിരുന്നു. അപ്പം അതൊന്നും ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാലേ എനിക്ക് അറിഞ്ഞുകൂടി ആർക്ക് മനസ്സിലാവും. നമ്മളിന്ന് ഡയലോഗ് ഓടിക്കണം എന്നൊക്കെ പറയും. നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക, കരളുടഞ്ഞ് വീഴുകില്ലിത്. എൻ്റെ അമ്മ ഞാൻ റേഡിയോ പാടുന്നതോ, എൻ്റെ അമ്മ ഞാൻ TV പാടുന്നതോ, ഒരു വലിയ വേദി പാടുന്നതോ കണ്ടിട്ടില്ല. അതാണ് സത്യം. അപ്പം അത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു പെയിനാണ്. അപ്പം അതിപ്പോൾ പറഞ്ഞ ഭയങ്കര ഇമോഷണലാവും നമ്മൾ. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു ചിറകുമായി വരിക ശലഭമേ, സൂര്യനെ ധ്യാനിക്കുമേ പൂ പോലെ ഞാൻ മിഴിപൂട്ടവേ, വേനൽ കൊള്ളും നെറുകിൽ മെല്ലെ നീ തൊട്ടു. സന്തോഷ് പണ്ഡിറ്റ് ഈ വരി കോപ്പി അടിക്കുന്നത് എനിക്ക് പാട്ട് ചെയ്യാനുള്ളതാണ്. എങ്കിൽ ഞാൻ ഇവൾക്കെതിരെ കോപ്പറേറ്റ് പരാതി. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ലുമിനോ ഫോക്കസിന്റെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിൽസി കെ വിൽസൺ ആൻഡ് ദിസ് ഈസ് അവർ ഷോ സുലൈമാനി വിത്ത് വിൽസി. ഇന്ന് ചിങ്ങ 1 നമ്മുടെ കൂടെയുള്ളൊരു വളരെ സ്പെഷ്യൽ ഗസ്റ്റാണ്. അതായത് കമ്പോസറാണ്, സിംഗറാണ്, റൈറ്ററാണ്, പ്രോഗ്രാമറാണ്, സ്റ്റേജ് പെർഫോമറാണ്. അങ്ങനെ ഒരു കംപ്ലീറ്റ് മ്യൂസീഷ്യനൊക്കെ എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ്. യെസ്, ഇഷാൻ ദേവ്. ഹായ്, നമസ്കാരം. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇല്ല, നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് വരുന്നതേ ഉള്ളൂ. എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് ഇഷ്ടപ്പെട്ടു. കാരണം എന്താന്ന് വെച്ചാല് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം, സന്തോഷം. ഞാൻ ദുബായിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മള് ഇപ്പൊ എന്താ പറയാ, വിസ്ലി എപ്പോഴും ഞാൻ മാറി ഇല്ല, കുഴപ്പമില്ല. കാരണം ഞങ്ങള് കുറെ അതല്ല, ഞാൻ എപ്പോഴും വിസ്ലി എന്നാണ് ഇല്ല, വിളിക്കുന്നത്. എനിക്ക് പ്രശ്നം കാരണം അറിയോ, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ നല്ല കമ്പനിയാണ്. പക്ഷെ ഞാൻ ഇന്ന് വരെ തിരുത്താൻ നിന്നിട്ടില്ല. ഇന്ന് നേരിട്ട് കണ്ട് ഞങ്ങൾ തിരുത്തിയിരിക്കുകയാണ് പേര്. അപ്പം ഞാൻ ആക്ച്വലി വളരെ സന്തോഷവും സമാധാനമുള്ള ഒരു രാജ്യത്താണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എപ്പോഴും. ദുബായ് എപ്പോഴും എനിക്കിപ്പോൾ ഒരു സെക്കൻഡ് ഹോം പോലെയാണ്. ഒരുപാട് ആസ് എ മ്യൂസീഷ്യൻ, ആസ് എ പേഴ്സൺ എന്നെ ഒരുപാട് ചേഞ്ച് ചെയ്ത ഒരു കൺട്രിയാണ് ആസ് എ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരുമ്പോൾ എപ്പോഴും ഒരുപാട് നിങ്ങളെപ്പോലുള്ള നല്ല സുഹൃത്തുക്കൾ, നല്ല നല്ല വൈബ്. പിന്നെ ഈ ദുബായിലൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ പോലെ നാട്ടിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണല്ലോ. ദുബായിൽ നല്ല പണിയെടുക്കുന്നവരെ മാത്രമേ കാണാറുള്ളൂ. ഇവിടെ ഞാൻ വരുമ്പോൾ ഞാൻ മാത്രമേ പണിയെടുക്കാതുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഞാൻ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ യൂഷ്വലി വരുമ്പം എൻ്റെ ഫ്രണ്ട് അനീഷ് രാജ്, അവനായിരിക്കും എൻ്റെ കൂടെ ഫുള്ളുള്ളത്. എവിടെയുണ്ട്, ഫ്രണ്ട് ഇരിപ്പുണ്ട്. അനീഷ് വരുമ്പോൾ തന്നെ ഞാൻ വെയിറ്റ് ചെയ്യും. 9 മണി, രാത്രി 9 മണിക്ക് എനിക്ക് അവനെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ലേറ്റ് നൈറ്റുകളിലായിരിക്കും നമ്മളുടെ സഞ്ചാരവും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണതും പാട്ടും ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണതൊക്കെ ഇതാണ്. അപ്പം എന്താണ്, വിൽസിയുടെ ഷോയിൽ വന്നതിൽ വളരെ സന്തോഷം. ലുമിനോസിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ വരാനും നിങ്ങളുടെ ഫാൻസിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച്. അല്ല, ഇതിപ്പോ ആരാണ് പരസ്പരം ഇൻട്രോ പറഞ്ഞത്? അതെ അതെ ചേട്ടാ, ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വന്നതിൽ കേട്ടോ. ഇപ്പൊ എനിക്കറിയാം തിരക്കായിരുന്നു, അതിനിടയിൽ കൂടെ നമ്മളിങ്ങനെ കുറെ നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ. ഇപ്പം ബേസിക്കലി ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരെയും പോയി കാണുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ചില സെഷൻസ്, ചില ജാമിങ് സെഷൻസ്,
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ്, പുതിയ പാട്ടുകളുടെ ഡിസ്കഷൻ, പുതിയ വർക്കുകളുടെ ഡിസ്കഷൻ, അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളുടെ ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പോൾ ഇന്ന് തന്നെ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഈ ലുമിനോസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. അപ്പോൾ അതൊരു പുതിയ അപ്ഡേറ്റ് ആണ് പുതിയ ലൈഫിൽ. അപ്ഡേറ്റ് ആണ് ചേട്ടാ. ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ്. അതാണ് ഞാൻ തങ്കടാ, ആ ക്രെഡിറ്റ് എനിക്കാണ്. എക്സ്ക്ലൂസീവ് ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റായിട്ട് ഇത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതെ അപ്പോൾ അതെ താങ്ക് യു സോ ചേട്ടാ മച്ച് എന്നെ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിൽ വിളിച്ചത്. വിളിച്ചതിൽ. അല്ല, എന്താന്ന് വെച്ചാല് ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ ഞാൻ വന്നപ്പോ ചോദിക്കായിരുന്നു, കുറെ ആയുള്ള ഇന്റർവ്യൂസ് ഒന്നും കാണാറില്ല. അപ്പൊ എന്റെ അടുത്ത് ഇന്റർവ്യൂസ് ബേസിക്കലി എന്തോ പറയാം, നമ്മളിപ്പം വെറുതെ വന്നിരുന്ന ഒരു കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന ഇന്റർവ്യൂസ്, ഞാൻ നേരത്തെ ചെയ്തിരുന്നത് 1 വർഷം മുന്നേ ആണ് ഉം. ഇന്റർവ്യൂസ് കൊടുത്തിരുന്നത്. ആ സമയത്ത് എൻ്റെ സിനിമയുടെ റിലീസും പുലിമട നമ്മുടെ അറിയാം, ജോർജ് ജോർജിൻ്റെ ആ 2020. സമയത്താണ്. അതിനുശേഷം പിന്നെ ഞാൻ വർക്കുകൾ എൻ്റെ പേഴ്സണൽ വർക്കുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ഞാനിപ്പോൾ ദുബായിൽ വന്നത് തന്നെ ഒരു യക്ഷിയെ തിളയ്ക്കാനാണ്. ഉം. യക്ഷിയുടെ ഒന്ന് സൂം ചെയ്ത് അതാണ് ഞാനിപ്പോ ഞാൻ ഒന്ന് വിചാരിച്ചു. സൂം ചെയ്ത് കാണിക്കേ. എനിക്കറിയാം അങ്ങോട്ടേക്കായിരിക്കും അല്ല എന്നുള്ളത്. ചുമ്മാ പറഞ്ഞ ആ, എൻ്റെ സോങ്, പുതിയൊരു സോങ് യക്ഷി എന്നാണ് ആ പാട്ടിൻ്റെ പേര്. ആ. ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഉം. ഞാൻ തന്നെ ആ കൺസെപ്റ്റൊക്കെ എനിക്ക് ഓൾറെഡി ഞാൻ എഴുതുമ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഞാൻ തന്നെ രചനയും സംഗീതവും ഒക്കെ ചെയ്തതാണ്. ഉം. അപ്പോൾ അതെനിക്ക് ദുബായിൽ വെച്ചിട്ട് റിലീസ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. സോ ഞാനിപ്പോൾ ദുബായിൽ വന്നു. അതാണ് മെയിൻ ആയിട്ട് അതാണ് വരാൻ കാരണം. മെയിനായിട്ടുള്ളൊരു അപ്പൊ ഈ വിശേഷം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഈ യക്ഷി എന്നുള്ള പേര്. യക്ഷി നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണല്ലോ ആ. യക്ഷി. അപ്പോൾ എന്താണ് അപ്പം ഞാൻ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട്. എല്ലാവർക്കും, എല്ലാ മനുഷ്യന്മാർക്കും അവർ തീർച്ചയായിട്ടും. ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് വെറുതെ വെളിയിൽ വരും എന്നുള്ളതാണ്. ഈ പെർട്ടിക്കുലർ സോങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ് അത് തന്നെയാണ്. നമ്മൾ നേരിൻ്റെ നെറികേടിൻ്റെ നേരറിവായിട്ടുള്ള യക്ഷികളായിട്ട് മാറുക, നെറികേടിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നേരറിവിൻ്റെ യക്ഷികളായിട്ട് മാറണം. നമ്മളെ ഉള്ളിനകത്തൊരു യക്ഷി ഉണ്ടല്ലോ, അത് തെറ്റുകൾ കാണുമ്പോഴും ഒരു രാഷ്ട്രീയ വിശകലനത്തിൻ്റെ പ്രശ്നം വരുമ്പോഴും ഒരു എന്തു പറയാൻ, ഒരു മോശം കാര്യം സമൂഹത്തിൽ സംഭവിക്കുമ്പോഴും നമ്മളതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളെല്ലാവരും ശബ്ദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ കുറേ ഇങ്ങനത്തെ ഊള കമൻസും പിന്നെ കുറേ ഇതുപോലത്തെ അനാവശ്യ പരിപാടികളുണ്ടല്ലോ, മനുഷ്യനെ തരംതിരിക്കുന്ന, ജാതി തീർച്ചയായിട്ടും പറയുന്ന, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മതത്തെക്കുറിച്ച് പറയുന്ന, അതെ. കുലങ്ങളെക്കുറിച്ച് യുദ്ധം ചെയ്യുന്ന കുറേ പോസ്റ്റൊക്കെ വരെ ഞാൻ അതിലൊക്കെ പോയി കമൻറ്റ് ചെയ്യും. ഉം, ഉം, ഉം. നിങ്ങളിങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാം, നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇന്ന ആൾക്കാരാവും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഞാൻ താഴെ പോയി എല്ലാത്തിനും കമൻറ്റ് ഇടും. എന്നെ തെറി വിളിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലും ഉണ്ട്. അതിപ്പോ നമ്മളിപ്പോ ഏത് പ്ലാറ്റ്ഫോം എടുത്ത് അത് നോക്കിയാലും അപ്പം ഞാൻ negative ഞാൻ post അങ്ങനെ ഉണ്ടാവും. ചെയ്യുന്ന ആളായതുകൊണ്ട് എൻ്റെ രചനകളിലും ചിലപ്പം അത് വന്നേക്കാം. ഓക്കെ, ഞാൻ ഓക്കെ. അങ്ങനെ ഒരു ചിന്തയുള്ള ആളാണ്. ഉം, ഉം, ഉം. സോ ഞാനത് എൻ്റെ ഞാൻ ഭയങ്കര ലിറിസിസ്റ്റ് ഒന്നുമല്ല, പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നറിയാം. ഇതിപ്പോൾ ഓണ സീസൺ അല്ലേ, അതുകൊണ്ട് അത് അപ്പൊ ഇഷാൻ ബ്രോ തന്നെയാണ് അതിന്റെ ഞാൻ രചനയും ഞാൻ തന്നെയാണ്. എല്ലാം തന്നെ. ഓക്കെ, അതിപ്പം എന്നാ റിലീസ് ആവുന്നത്? അത് ഒരു വിത്തിൻ 1 വീക്ക് നമുക്ക് അതിൻ്റെ ദുബായിൽ തന്നെ. ദുബായിൽ തന്നെയാണ് അതിൻ്റെ റിലീസ് ലോഞ്ചൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ 2-3 കാര്യങ്ങൾ എടുത്തു പറയാനായിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ ഷോയുടെ പേര് സുലൈമാനി വിത്ത് വിൽസി എന്നാണ്. അപ്പോൾ ഞാൻ എന്തായാലും അപ്പോൾ സുലൈമാനി ആദ്യം തന്നെ കുടിക്കാം. നമുക്ക് സുലൈമാനി വെയിറ്റ് ചെയ്യണം. ഇന്ന് കുറച്ച് ഞാനിതൊന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് വെയിറ്റ് അല്ല ചെയ്യണം. ഞാനിതൊന്ന് അതെ സുലൈമാനി കുടിച്ചിട്ടെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ സംസാരിച്ചങ്ങ് തുടങ്ങി കഴിഞ്ഞു. അതൊക്കെ പെട്ടു സുലൈമാനി നോക്കി ഇതെന്തോ ഇത് ഇതെന്താ വെച്ചാൽ സെക്കൻഡ് ദുബായ് ഇടവേള കഴിഞ്ഞിട്ട് മാറുമോ പേര്? അല്ലല്ല, നമ്മളിങ്ങനെ ഇടയ്ക്ക് പോഡ്കാസ്റ്റ് പറയുമ്പോൾ 1 മണിക്കൂറിന് മേലെ പോകുമല്ലോ. അപ്പൊ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ 1-2 ഡേറ്റ്സും കഴിക്കാം, സുലൈമാനിയും കുടിക്കാം. ഏത് പേര് വല്ല മാറാണെങ്കിൽ തീർന്നത് ഡേറ്റ്സ് വിത്ത് വിൽസി എന്നാണ്. അല്ല ചേട്ടാ, വേറെ കാര്യം ഡേറ്റിംഗ് വിത്ത് വിൽസി അങ്ങനെ ആക്കിയല്ലോ നമുക്ക്. ഈശ്വരാ. അല്ല, വേറെ കാര്യം അറിയോ, ഈ സുലൈമാനിക്കും ഡേറ്റ്സിനും ഒരു കോമ്പിനേഷൻ ഉണ്ട്, നല്ല കോമ്പിനേഷൻ. ഒരെണ്ണം കഴിച്ചു നോക്കി. ഒരു ഡേറ്റ്സും മറ്റേ പാട്ട് വാതിലിൽ ആ ആ വാതിൽ വാതിലിൽ പാടേണ്ടി വരും. അല്ല, ഒരു ഡേറ്റ്സും കഴിച്ചിട്ട് ഒരു സുലൈമാനി നല്ലത് തന്നെ. ദുബായിലെ ഈന്തപ്പന തോട്ടത്തിൽ നിന്ന് ഞാൻ പറിച്ചെടുത്ത ഡേറ്റ്സ് ആണിത്. ഇപ്പൊ ബിസ്ലി പനയെ കയറി പറിച്ച കൊലയിന്ന് ഒരു ഡേറ്റ്സ്. ഈന്തപ്പഴം ഞാൻ കഴിക്കാൻ അപ്പൊ പോവാണ്. ആ ഡേറ്റ്സും സുലൈമാനിയും നല്ല അനീഷ 911 ആണ് ആംബുലൻസ് എടാ, സത്യം പറഞ്ഞല്ലേ ഞങ്ങള് കൊള്ളാല്ലേ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഡേറ്റ്സിന്റെ സീസൺ ആണ് ദുബായില്. തള്ളു കൊള്ളാന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, നമ്മൾ രണ്ടാളും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 2 ആൾക്കാരും ഒട്ടും സംസാരിക്കാത്ത ആൾക്കാരല്ല. കാരണം ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്, കുറെ ആയിട്ട് അറിയാമെങ്കിലും ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിലും കുറെ ആയിട്ട് നമ്മളിങ്ങനെ മെസ്സേജ് അയക്കാറും കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് അടിപൊളി, ഇനി ഒന്നും പറയാനില്ല. എന്റെ കോംബോ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ കണ്ടുപിടിച്ച ഞാനൊന്നും വിശദമായിട്ടൊന്നും പറയണ്ട. ഓക്കെ ചേട്ടാ, ഇനി കൊള്ളാം അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. ഇന്ന് ചിങ്ങം ഒന്നാണ്. ഇന്ന് ചിങ്ങം ഒന്നാണ്. അപ്പോൾ ഒരു പുതിയ മലയാളം വർഷം, ഒരു പുതിയ വർഷത്തില് നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ് ആണ് ഇഷാൻ ദേവ്. അപ്പൊ ചിങ്ങം ഒന്ന് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കണ്ടുവരുന്ന
ഓണത്തിൻ്റെ മെസ്സേജസ് ഞാൻ പണ്ട് എപ്പോഴും എഴുതും. എല്ലാ ഓണത്തിനും എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാലും എൻ്റെ ഇൻസ്റ്റ നോക്കിയാൽ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊരു സങ്കല്പത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഇവോൾവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടികളോ എല്ലാം ഉൾട്ട അല്ലേ. അതുപോലെ തന്നെ കൈ തരൂ, ഒരു കൈ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ കണ്ടുപിടിച്ചു. അത് ഇൻസ്റ്റയിലുള്ളതുകൊണ്ട് എല്ലാം 4 ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ അത് ഞാൻ കൃത്യമായിട്ട് വിഷ് ചെയ്തിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ട്. പക്ഷെ അന്നായിരുന്നു നമ്മൾ പോഡ്കാസ്റ്റ് പറഞ്ഞത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അന്ന് എത്താനായിട്ട് പറ്റില്ല. അപ്പം ഇന്ന് ചിങ്ങം 1 അപ്പം അങ്ങനെ നമ്മൾ ദുബായിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു എന്തായാലും ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, നമ്മുടെ പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പം കേൾക്കുന്ന ആൾക്കാരുണ്ടാവും, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ ഇഷാൻ ദേവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളിപ്പം ഈ ഒരു പൊസിഷനിൽ ഇഷാൻ ദേവ് എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യൻ എത്തി നിൽക്കുമ്പോൾ ഒരു ജേർണി ഉണ്ടാവല്ലോ. ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ നമ്മുടെ പോഡ്കാസ്റ്റിലൂടെ ഒന്ന് ആദ്യമായിട്ടായിരിക്കുമല്ലോ. വലിയ ജേണിയാണ്, ഇതൊക്കെ പറഞ്ഞാൽ തീരില്ല. അല്ല, മ്യൂസിക് ജേണി ഇപ്പം എനിക്കറിയാം. അച്ഛൻ എന്ന് പറയണത് ഒരിക്കൽ അറിയാം, ഒരു സംഗീതജ്ഞനായിരുന്നു എന്നൊക്കെ അറിയാം. അപ്പൊ ആ ഒരു സ്റ്റിൽ തീർച്ചയായിട്ടും അതെ പാഷനുള്ള ഒരാളാണ്. അത് തന്നെയാണ്, അതാണ് മെയിൻ. ഞാൻ എപ്പോഴും പറയും ഇതിപ്പോൾ എനിക്ക് എന്തെങ്കിലും മ്യൂസിക്കാലിറ്റിയോ നല്ല ഗുണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും എൻ്റെ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയാണ്. എൻ്റെ തള്ളിപ്പുള്ളത്രയൊക്കെ എൻ്റെ സംഭവം. ഒരുപാട് നല്ല ഗുരുക്കന്മാരോട് പഠിക്കാനും അവരുടെ അണ്ടറിൽ ട്രെയിൻ ചെയ്യാനും പറ്റിയെന്നുള്ളതാണ് മഹാഭാഗ്യമാണ്. എൻ്റെ അച്ഛൻ ഈ പറഞ്ഞ പോലെ കുറേ ഗുരുക്കന്മാരുണ്ട്. നമ്മൾ എടുത്ത് പറയത്തൊക്കെ ഇപ്പോൾ അമ്പലപ്പുഴ വിജയ സാർ, പിന്നെ നമ്മുടെ ഇരണയിൽ പെരുമാൾ സാർ അടുത്ത് പഠിച്ചിട്ടുണ്ട്, സുരേന്ദ്ര സാറ്, സുരേന്ദ്രൻ സാർ, പിന്നെ ഇപ്പം എന്നെ സ്റ്റിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വാഴമുട്ടം ചന്ദ്രബാബു, പിന്നെ ചേർത്തല രംഗനാഥ ശർമ്മ, അങ്ങനെ രമാദേവി ടീച്ചർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പഠിക്കാനും അവരുടെ ഒരു ശിഷ്യത്തിൽ. പിന്നെ അൾട്ടിമേറ്റ്ലി ബാലഭാസ്കറിൻ്റെ ട്രെയിനിങ്ങിലാണ് നമ്മളൊരു എന്താ പറയുക ഇൻ്റർനാഷണൽ മ്യൂസിക്കോ അല്ലെങ്കിൽ ഭയങ്കര കാര്യങ്ങളൊക്കെ ഒരു വിശദമായി നമുക്കൊരു ഇൻഡസ്ട്രിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചതാകാം. അല്ല, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇപ്പം അതാണ് ആരുടെ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇത് സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ അതൊരു എന്താ പറയാ, അതായിരുന്നു എൻ്റെ, ഞാൻ എപ്പോഴും പറയാം എൻ്റെ കോളേജാണ് എൻ്റെ ഒരു ബർത്ത് പ്ലേസ് എന്ന് പറയും. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് 3 വയസ്സ് മുതലാണ് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അച്ഛനുള്ളതുകൊണ്ട് അച്ഛൻ പഠിക്കാൻ പോകുമ്പോഴും എന്നെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അത് ആ ഒരു ജേർണി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റിൽ ഞാൻ പാടുന്ന പല കീർത്തനങ്ങളും പണ്ട് അച്ഛൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ട കീർത്തനങ്ങളാണ്. എനിക്കത് കേട്ടിട്ട് പഠിച്ച പാട്ടുകളാണ്. അത് പിന്നെ പിൽക്കാലത്ത് നമ്മൾ ഒരു പ്രൊഫഷനായിട്ട് നിൽക്കുമ്പോൾ അത് പഠിക്കണം, അല്ലെങ്കിൽ തിരുത്തി പഠിക്കുകയും കാലാതീതമായി ഇതിനെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ടത് മ്യൂസിക്കിൽ ഷോർട്ട് കട്ട് ഇല്ലല്ലോ. ഉറപ്പായിട്ടും നമ്മൾ തൊണ്ടയിലൊരു കാര്യം പാടിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ഒരു ഇമോഷൻ എടുക്കാനോ ഒരു രാഗം കയ്യിൽ വരാനോ ഒക്കെ ഒരുപാട് നമ്മൾ, ഫോർ എക്സാമ്പിൾ എനിക്കൊരു റെക്കോർഡിങ്ങിനിടയ്ക്ക് ഒരിക്കൽ യേശുദാസ്, മഹാനായ യേശുദാസിനോട് ചോദിച്ചു, ദാസങ്കൾ ഞാൻ സിംഗറാണ്, എനിക്കൊന്ന് ഒരു ടിപ്പ് പറഞ്ഞു തരുമെന്ന് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അന്ന് സ്നേഹത്തുമ്പി പഠിക്കുന്ന സമയമാണ്. സ്നേഹത്തുമ്പി ഞാനാണ് എൻ്റെ ട്രാക്ക് പാടിയിരുന്നത്. പറഞ്ഞ് ഇതാരാ ട്രാക്ക് പാടിയപ്പോൾ ഞാൻ ഞാനാണ് പാടിയത്. കൊള്ളാം, എൻ്റെ സിംഗിങ് കൊള്ളാം. അപ്പം എന്നിട്ട് എടുത്ത് അകത്ത് വരാൻ പറഞ്ഞു. ആ ഫോട്ടോ ഞാൻ വിൽസിക്ക് തരാം, ഇതിനകത്ത് ഇടാൻ വേണ്ടി വിൽസി. അപ്പം അകത്ത് പോയി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചോദിച്ചു കനകാംഗി രാഗം അറിയാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം അന്ന് ഈ പറഞ്ഞ നമ്മൾ 4-5 രാഗം വെച്ച് ജീവിച്ചുള്ള ആൾക്കാരാണല്ലോ. അന്ന് പറഞ്ഞ കനകാംഗി നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നിട്ട് സരി ഗ മ പദ നി സ സ നി ദ ബ മ ഗ രി സ സരി ഗ മ പദ നി സ സ നി ദ ബ മ ഗ രി സ. ഞാനിപ്പോൾ ഇതിങ്ങനെ പാടുന്നു, പക്ഷെ അന്നത് പാടുമ്പോൾ എനിക്കത് പാടാൻ പറ്റുന്നില്ലായിരുന്നു. ബിക്കോസ് ആ ഫ്രീക്വൻസിയോ ആ നോട്ട് പൊസിഷനോ ഒന്നും എനിക്ക് അറിയില്ല. അപ്പം ഞാനത് പിൽക്കാലത്ത് ഒരു 6-7 മാസം അതുമാത്രം ഈ സരിഗമ പതിനഞ്ച് സനിതമ വരിസ അത് കിട്ടാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്ത സ്ഥലങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഓരോ ജേണിയിലും ഓരോ ഗുരുക്കന്മാർ ഈ പറഞ്ഞ പോലെ വന്ന് ചേരുന്ന പ്രൊഫഷണലി മീറ്റ് ചെയ്യുന്ന ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സ് ഇവരെല്ലാവരും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതാണൊരു ജേണി. ഞാൻ പറയുമ്പോൾ എല്ലാം, ഫോർ എക്സാമ്പിൾ എൻ്റെ ലൈഫിനകത്തുണ്ടായിരിക്കുന്ന എല്ലാ നല്ല സുഹൃത്തുക്കളും എന്നെ ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പാട്ട് പാടുമ്പോൾ പോലും മ്യൂസിക് അറിഞ്ഞുകൂടാത്ത ഒരു അഭിപ്രായം, ചേട്ടാ ആ വരി അങ്ങനെയല്ലല്ലോ പാടേണ്ടത്, ഇന്നും വേറൊരു ഇമോഷനിൽ പാടാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യും നമ്മുടെ മ്യൂസിക്കാലിറ്റി വെച്ചിട്ട്. സോ അങ്ങനെയുള്ള ഒരുപാട് സൗഹൃദങ്ങളും മ്യൂസിക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് ഇവോൾവ് ചെയ്ത ആളാണ് ഞാൻ. അതാണ് ആ ജേണി ആക്ച്വലി. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ലൈഫൊക്കെ പറയാൻ നിന്ന സങ്കടവും
കണ്ണീര് ഞാൻ കരയേണ്ടി വരും ഈ ഗ്ലാസ് പിന്നെ വീണ്ടും അല്ലല്ല, ഇത് പോഡ്കാസ്റ്റ് ആണ്. അതായത് പോഡ്കാസ്റ്റ് പറയുമ്പം 1 മണിക്കൂറില 2 മണിക്കൂറില ഇഷാൻ ദേവിന് 3 മണിക്കൂർ വേണം. ഞാൻ തരും. കാരണം നമ്മുടെ സ്വന്തം പോഡ്കാസ്റ്റ് ആണ്. ആരും ബാറ്ററിക്ക് ചാർജ് ഇല്ലെന്ന് അവൻ നേരത്തെ പറഞ്ഞായിരുന്നു. ചേട്ടാ നാണക്കെടുത്തരുത് കട്ടേ ചുമ്മാ. ബാറ്ററി ഒന്ന് പോയി നമ്മൾ 2 വാങ്ങിക്കും. കുഴപ്പമില്ല. അല്ല, നമുക്ക് എന്തും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം മ്യൂസിക് ജേർണലിലേക്ക് വരുമ്പോൾ പറഞ്ഞു, ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു. എന്നാലും മ്യൂസിക് ആണ് എൻ്റെ ലൈഫിൽ ഒരു കരിയർ, അല്ലെങ്കിൽ മ്യൂസിക് ആണല്ലോ ഇപ്പം നമ്മൾ പണ്ട് തൊട്ടേ മ്യൂസിക് പഠിച്ചത് കൊണ്ട് നമ്മുടെ ഇനി ഏറ്റവും ലൈഫിൽ. തമാശ കേൾക്കണോ? എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ നീ പാട്ടിലോട്ടേ പോകരുത്. എൻ്റെ അങ്ങനെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം പഠിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ സാർ അജി സാറുണ്ട്. അപ്പം സാറെല്ലാം കൂടെ പറഞ്ഞു, നീ എന്തെങ്കിലും കാര്യം ചെയ്യും, നീ ഒന്ന് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യും, എങ്ങനെയെങ്കിലും പഠിച്ച് LDC ആവണം. അപ്പം അതിനുള്ള പരിപാടി ഞങ്ങൾ ചെയ്യാം. ഞാൻ പറഞ്ഞു ശരി ഓക്കെ. അപ്പോൾ എനിക്ക് അന്ന് 18 വയസ്സുള്ള സമയമായിരുന്നു. 18 വയസ്സ്. അപ്പം അമ്മ മരിച്ചു പോയിരുന്നു ആ സമയത്ത്. എൻ്റെ അമ്മ മരിച്ചു, ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അനിയത്തിയുണ്ട്. അപ്പോൾ ഈ ജീവിതഭാരം പേറാൻ പോണ ഒരു 18 വയസ്സാണ്. അതെനിക്കറിയാം. അച്ഛനും അത്യാവശ്യം ഈ ട്യൂഷൻ എടുത്തും അവിടെ മണലിൻ്റെ പണിയൊക്കെ ആയിരുന്നു. അതിലൊന്നും വലിയ വരുമാനം കിട്ടില്ല. അപ്പോൾ ഒരു ഫിക്സഡ് സാലറി അന്നൊരു 10,000 രൂപ കിട്ടിയാൽ, എൻ്റെ ഫ്രണ്ട്സൊക്കെ അന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, ബാങ്കിൽ കളക്ഷൻ ചെയ്യുന്ന മണി ടിങ്കു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ അന്നേ സ്വയം പര്യാപ്തതയാണ്. അപ്പോൾ എനിക്ക് അന്ന് പോകാൻ ബൈക്കില്ല. എനിക്ക് പോകാൻ ബൈക്കില്ലാത്തതുകൊണ്ട് എനിക്ക് പണി ചെയ്യാനും പോകാൻ പറ്റില്ല. അങ്ങനെ എന്തെന്ന് വെച്ചാൽ ഞാൻ അവിടെ പഠിക്കാൻ ചെന്ന് കയറിയത് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി കോളേജ് ചെല്ലുമ്പോൾ ഞാൻ ഭയങ്കര ഭക്തനൊക്കെ ആയിരുന്നു. ഭയങ്കര ഭക്തിയായിരുന്നു. എന്നിട്ട് കണ്ണൊക്കെ തൊട്ട് എഴുതി കയറി അകത്ത് കയറിയിട്ട് ഈശ്വര ഞാനൊരു LDC ആയിട്ട് തിരിച്ചു വരും. അകത്ത് കയറുമ്പോൾ തന്നെ അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറിയാണ് ഈ ഷാനല്ലേ, എൻ്റെ ഷാൻ എന്നായിരുന്നു പേര്. അപ്പോൾ ആർട്സ് കോളേജിൽ നിന്ന് ലൈറ്റ് മ്യൂസിക് കിട്ടിയില്ല. അപ്പം നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട്, നമുക്ക് അതിനകത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആക്ച്വലി കോളേജിൽ കയറുമ്പം തന്നെ എന്നെ ആർട്സ് ഗ്രൂപ്പിലോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പിൽക്കാലത്ത് പിന്നെ അവിടുത്തെ ഈ കോമ്പറ്റീഷനിൽ മത്സരിക്കുക. അപ്പോൾ ഇതൊരു മ്യൂസിക് ഇങ്ങനെ തലയ്ക്ക് പിടിച്ച് വട്ടായി. ആ സമയത്ത് ബാലഭാസ്കർ, അന്ന് കോളേജിൽ ഗാനമേള ജുഗൽബന്ദി ഇല്ല മത്സരം കേരള യൂണിവേഴ്സിറ്റിയിൽ. കഷ്ടകാലത്തിനോ നേരത്തെ പറഞ്ഞ പോലെ ജാതകത്തിൽ എന്തോ ഇരിക്കുന്നുണ്ടെങ്കിൽ വരുമെന്ന് പറഞ്ഞ പോലെയാണ്. എനിക്കതിലൊന്നും വിശ്വാസമില്ല കേട്ടോ. അപ്പം അന്ന് കേരള യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്യുന്നു ഗാനമേള ജുഗൽബന്ദി. അപ്പം അങ്ങനെ ഞാൻ ബാലഭാസ്കറിൻ്റെ ടീമിലോട്ട് സെലക്ട് ചെയ്യപ്പെടുകയാണ്. ആ സമയത്ത് ആ ടീമിൽ ഏറ്റവും ചെറുതാനാണ് ഞാൻ. ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ. ബാലചേട്ടൻ സീനിയർ ആയിരുന്നല്ലോ. അതുപോലെ ജാസി ഗിഫ്റ്റ്, ജാസി ഞങ്ങളുടെ സൂപ്പർ സീനിയറാണ്. ജാസിയുടെ ബാലുണ്ണൻ്റെ സീനിയർ ആയിട്ടാണ് ജാസി പഠിക്കുന്നത്. അപ്പം ഞാൻ ഇതുവഴി ഇങ്ങനെ കറങ്ങി എൻ്റെ സജിത്ത് എന്നൊരു ഫ്രണ്ട്, സജിത്തിൻ്റെ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ജാസി എണ്ണ അവിടെ ഇരുന്ന് MPhil-ആണ്, ബുക്ക് റെഫർ ചെയ്യുക. അപ്പം ജാസി എണ്ണ ഇങ്ങനെ കാണിക്കും. ഞങ്ങൾ അതുവഴി ഇടയ്ക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ പോകും. അങ്ങനത്തെ കമ്പനിയായിരുന്നു. അപ്പോൾ ഈ ടീമിലോട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. ഞങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ സമയത്ത് കേരള യൂണിവേഴ്സിറ്റി വിൻ ചെയ്തത്. 3 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വിൻ ചെയ്തിട്ട് ഒരു ബാൻഡ് പ്രഖ്യാപിക്കുകയാണ്. അന്ന് കേരളത്തിലെ ഫസ്റ്റ് ബോയ് ബാൻഡ് കൺഫ്യൂഷൻ. അതെ, കറക്റ്റ്. എനിക്കറിയാം, കേരളത്തിലെ ഫസ്റ്റ് ബാൻഡായിരുന്നു. ഇന്നിപ്പോൾ ഒരുപാട് ബാൻഡുകളും ഒരുപാട് ഉണ്ടെങ്കിലും പക്ഷെ ഫസ്റ്റ് അതിട്ടത് നിങ്ങളായിരുന്നു അല്ലേ? അത് ബാലുണ്ണൻ്റെ ഒക്കെ ഡെഡിക്കേഷനാണ്, ബാലുണ്ണൻ്റെ കൺസെപ്റ്റാണ്. അപ്പോൾ ആ ടീമിൽ ഞാനായിരുന്നു സിംഗറും. അന്ന് പെർക്കഷനൊക്കെ ഉണ്ടായിരുന്നു, പെർക്കഷൻ വായിക്കുമായിരുന്നു. അപ്പോൾ അതാണൊരു കോളേജ് ലൈഫിൽ നിന്ന്. പിന്നെ അത് നേരത്തെ പറഞ്ഞ വിൽസി പറഞ്ഞ പോലെ ഇതെവിടെയാണ് അതിൻ്റെ ഡിസിഷൻ. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറേ ഡിഗ്രി ഫൈനൽ എക്സാമിന് ഞാൻ ദുബായിൽ എന്തോ ഷോയ്ക്ക് വന്നു. എനിക്ക് എഴുതാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ അത് അപ്പോഴും അച്ഛൻ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ മൊത്തത്തിൽ കുളമായി, പഠിത്തമൊക്കെ കുളമായി. അപ്പം ഞാൻ ഇത് അതും നടക്കുന്നുണ്ട്. പാരലിൽ എനിക്ക് അപ്പം അത്യാവശ്യം പ്രോഗ്രാം കിട്ടി തുടങ്ങി. ലജ്ജാവതി ഇറങ്ങി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ച ചോദ്യം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എവിടെ ഗ്യാപ്പ് ഇടും? അല്ല, ഞാൻ ലജ്ജാവതി ഒക്കെ എന്റെ മനസ്സിൽ ഞാൻ അത്രയും അതൊരു ജേണി പറയണ്ടേ, ജേണി ഇതല്ലേ. ജേണി ലജ്ജാവതിയിൽ എത്തുന്നു. അത് ഞാൻ ചോദിക്കും ഇപ്പം. ഓക്കെ, ലജ്ജാവതി ഇറങ്ങി, ഭയങ്കര പൂര ഹിറ്റ്. അപ്പം ഞങ്ങൾ ഇത് ഏറ്റവും ലാസ്റ്റ് പാട്ടെന്ന് പറഞ്ഞാണ് ഞാനും ജാസിയും കൂടെ ഇത് ഞങ്ങൾ ആ ടൈമിൽ പറയുന്നത്. അതിനകത്തൊരു ഹമ്മിങ് പാടി. ആ ലജ്ജാവതിയുടെ ഹമ്മിങ് പാടി കഴിഞ്ഞതിന് ശേഷം എന്നും പരിപാടി ജാസി ഗിഫ്റ്റിന്. അപ്പം ഞാനും കൂടെ പോകും. അപ്പോൾ എനിക്ക് ഡെയിലി പൈസ കിട്ടും. അപ്പോൾ എനിക്കൊരു ഇൻകം സോഴ്സായി എനിക്ക്. അപ്പോൾ ആ സമയത്ത് പിന്നെ കുറേ ഇഷ്യൂസൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ടീമിൽ നിന്ന് പുറത്തായി. അങ്ങനെ ആയപ്പം വേറെ വഴിയില്ല. അപ്പോൾ എനിക്കൊരു തോട്ട് വന്നു, ഞാനിനി എന്ത് ചെയ്യണം, എനിക്ക് എന്താണ് എൻ്റെ ഇൻകം സോഴ്സ്, ഞാൻ എന്ത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം. ഞാൻ വീണ്ടും അത് അച്ഛൻ പറഞ്ഞ വഴി നേരത്തെ പറഞ്ഞ അത് വേണോ, LDC-യിലോട്ട് പോകണോ. അത് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലമല്ലേ. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിലും അപ്പോഴും ഉള്ളത്. പക്ഷേ ഞാൻ അന്നും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ഒരു പേഴ്സണാണ്. അപ്പം മ്യൂസിക്കിൽ എനിക്ക് വേറെ ഒരു കാര്യം അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ. ആ ഹാർഡ് വർക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചൊരു ഡിസിഷൻ എടുക്കുകയായിരുന്നു. ഇനി എന്തായാലും മ്യൂസിക്കിന് വേണ്ടി തന്നെ
ഇറങ്ങാം. ഉം, അപ്പോൾ എന്നെ ഉം, ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായിട്ടും ഉം, ഉം, ഉം. മെൻ്റൽ സപ്പോർട്ടായിട്ടൊക്കെ ഒരുപാട് പേര്. നമ്മൾ വർക്കിലാതെ നിൽക്കുമ്പോൾ നമുക്ക് ആഹാരം വാങ്ങിച്ച് തന്നതും അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കാൻ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അത് ഇതൊക്കെ നീ പറയുന്നത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിലുള്ള ആൾക്കാരുടെ ഉം. ഈ മൈൽ സ്റ്റോൺസ് ആണ് ഓരോരോ സ്ഥലത്തും. തീർച്ചയായിട്ടും. അത് ഇപ്പോഴും ഉണ്ട്, സ്റ്റിൽ അത് കണ്ടിന്യൂങ് ആണ് നമുക്ക് ഓരോ സ്ഥലത്തും. അപ്പോൾ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെയൊക്കെ വിഷ് കൊണ്ട് പ്രൊഫഷണലി സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും. ആ സമയത്താണ് ചിന്താമണി കൊലക്കേസും ടൈഗർ പോലുള്ള പടങ്ങൾ മ്യൂസിക് ചെയ്യാൻ വേണ്ടി അത് ഡോൺ മാക്സ് ആണ് ആ വർക്കിലോട്ടൊക്കെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അല്ല, അതിലേക്ക് ഡോണും വരേണ്ട സമയത്തില്ലേ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഇപ്പം ചിന്താമണി കൊലക്കേസ്, ദി ടൈഗർ, ഡോണും. അതിൽ ചിന്താമണി കൊലക്കേസിൽ ഇപ്പോഴും പല ആൾക്കാർക്കും അറിയില്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് കുറെ. അത് മറ്റേ മാധവ മാധവ മഹാദേവ, മഹാദേവ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ അല്ലെങ്കിൽ ആ സമയത്ത് കാണുമ്പോൾ ഭയങ്കര കയ്യടി നേടിയ അതിൻ്റെ മെയിൻ റീസൺ അതിൻ്റെ ആ ഒരു മ്യൂസിക്കും അതൊക്കെ ആ സമയത്ത് കാര്യങ്ങളായിരുന്നു. എനിക്ക് 23 വയസ്സേ ഉള്ളൂ ആ ടൈമിൽ. ഉം. അപ്പോൾ നമുക്ക് ആ ഒരു ഫയറും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയിൽ കാണുന്ന എപ്പോഴും നമ്മൾ ഇപ്പം ഞാൻ ടാലൻ്റ് ഉള്ളോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വിചാരിച്ചത് നമ്മൾ ഈ ചിന്താമണിയൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ട് നമ്മൾ വിളിക്കും, ഉം. അല്ലെങ്കിൽ ആ ടാലൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ടൈപ്പ് ഓഫ് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്ക് ഇപ്പം അതിന് ചാൻസ് കൂടുതലാണ്. ഉം. അന്തക്കാലത്ത് അത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്താണ് ഉം. എൻ്റെ പേര് ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് അടിച്ചു വന്നത്. ഞാൻ ചെയ്ത ആദ്യത്തെ പടം 2005 ടൈഗർ. ഉം. എൻ്റെ പേര് ഒരു മ്യൂസിക് ഡയറക്ടർ അടിച്ചു വരുന്നത് 2015 നെറ്റിനകത്ത്, ഇൻ്റർനെറ്റിനകത്ത്. ഉം. ഉം. ബിക്കോസ് ആ തലമുറയിൽ അന്ന് നെറ്റും ഇൻ്റർനെറ്റ് ജിയോ ഫ്രീ ആയതിനു ശേഷമാണല്ലോ എല്ലായിടത്തും വന്നു തുടങ്ങിയത്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഐ ഹാവ് ടു വെയിറ്റ് അല്ലേ, അത് വെയിറ്റ് ചെയ്തേ ആ, പറ്റൂ. തീർച്ചയായിട്ടും. പക്ഷെ അതല്ല, അതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ആദ്യം പറഞ്ഞ ലജ്ജാവതി ഇല്ലേ, ഉം. അത് തുടങ്ങണം. കാരണം എന്താണെന്ന് വെച്ചാൽ ലജ്ജാവതി എന്ന് പറയുന്ന ആ ഒരു സോങ് ഉം. ഉണ്ടല്ലോ, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്ര അധികം തരംഗം സൃഷ്ടിച്ച, അതെ. ഇപ്പോഴും മറ്റൊരു കാര്യം, ഇപ്പം എത്രയോ വർഷം കഴിഞ്ഞിട്ടും ആൾക്കാരുടെ ഇടയിൽ ആ പാട്ടിലൊരു പ്രത്യേക ഒരു ഫാൻ ബേസ് ഉം. തന്നെയുണ്ട്. പിന്നെ നമ്മളെ സമയത്ത് ഇപ്പം അന്താക്ഷരി കളിക്കുകയാണെങ്കിൽ സ്റ്റിൽ ലാ പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് അതെ, ലജ്ജാവതിയാണ്. ലജ്ജാവതിയുണ്ട്. അതെ. അപ്പോൾ ലജ്ജാവതി പലപ്പോഴും പലർക്കും അറിയത്തില്ലായിരുന്നു അതിൻ്റെ ഹമ്മിങ് പാടിയിട്ടുള്ളത് ഇഷാൻ ദേവ് അതെ ആയിരുന്നു അതെ അതെ. എന്നുള്ളത്. അപ്പോൾ ആ അതങ്ങനെയാണ് എൻ്റെ ശരിക്കുള്ള ഐഡൻറ്റി. ഇത് ആരടാ പാടിയെന്ന് ആ പറഞ്ഞിട്ടായിരുന്നു ആദ്യത്തുള്ളൊരു പരിപാടി. പിന്നെ അതിനുശേഷം അത്യാവശ്യം ടി വി ഷോവും അത് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പിന്നെ എന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞ് ഇപ്പം ഈ ദുബായിലേക്ക് ഇറങ്ങുമ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ തിരിച്ചറിയും, തിരിച്ചറിയുന്നുണ്ട്. ചേട്ടാ പാട്ടുകൾ കേൾക്കാറുണ്ട്. അത് ഉം. ഒൺലി എൻ്റെ പടങ്ങൾ കണ്ടിട്ടൊന്നുമല്ല, ഉം. എൻ്റെ കവർ സോങ്സും ഈ ഉം. പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള ചെറിയ ചെറിയ പോസ്റ്റുകളും അതൊക്കെ ഭയങ്കര ഇപ്പം എല്ലായിടത്തും അങ്ങനെയാണല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇൻഫ്ലുവൻസേഴ്സ് അതൊക്കെ അതെ. പുതിയ തലമുറയിലെ ഉം. കൺസെപ്റ്റ്സ് ആണല്ലോ. അപ്പം ഞാനും സത്യം പറഞ്ഞാൽ ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിൻ്റെ റോളിലാണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ, ഒരു മ്യൂസിഷ്യനായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ. മ്യൂസീഷ്യനല്ല. പക്ഷെ ഞാൻ അതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം പറഞ്ഞു ടൈഗർ, ചിന്താമണി കൊലക്കേസ്, ഡോൺ ഒക്കെ പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടായിരിക്കും പിന്നെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് മലയാളം ഫിലിം, അതായത് ബ്രോയ്ക്ക് തോന്നുന്നുണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം ഇപ്പം ആക്ടേഴ്സൊക്കെ എന്ന് പറയുകയാണെങ്കിൽ അവർക്കൊരു എന്താ പറയുക, ഒരു അവസരം വേണം എന്നുണ്ടെങ്കിൽ പുറകെ പോകുന്ന ആൾക്കാരുണ്ട്, വർഷങ്ങളോളം വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലർക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടായിരിക്കാം അവസരങ്ങൾ അത്രയും അർഹിക്കപ്പെടുന്ന ഒരു അവസരത്തിലേക്ക് കിട്ടാതെ പോയെന്ന് തോന്നിയിട്ടുണ്ടോ അല്ല അത് മ്യൂസിക് നമ്മൾ ഇൻഡസ്ട്രിയിൽ? ഞാനെപ്പോഴും ഇതൊക്കെ എപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങളാണ്. മോർ ഓവർ സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ് സൈഡാണ്, ബിസിനസ്സാണ്. അപ്പം ഞാൻ അതിനകത്ത് ഞാനൊരു കലാകാരനായിട്ട് എക്സിസ്റ്റ് ചെയ്യണോ, അവിടെ പോയി അവസരം ചോദിക്കണോ, അല്ലെങ്കിൽ എൻ്റെ വർക്കുകൾ കാണിച്ച് വീണ്ടും വീണ്ടും അവസരങ്ങൾ ചോദിച്ച് വീണ്ടും അവരുടെ നീ നേരത്തെ പറഞ്ഞ ബാക്കിൽ പോകണോ, കാര്യം പിടിക്കണോ, ഇത് നമുക്ക് എന്തു പറയാൻ ആ സമയം ഇതിപ്പം നേരത്തെ പറയുമ്പോൾ ടൈഗർ ആ സമയത്ത് 100 ദിവസം ഹിറ്റായ സിനിമയാണ്. ടൈഗർ ചിന്താമണിയും അതുപോലെ ഹിറ്റായ തീർച്ചയായിട്ടും പടമാണ്. തീർച്ചയായും ചിന്താമണിയൊക്കെ ആ ഒരു പക്ഷെ എന്നിട്ട് പോലും നമുക്ക് അന്ന് അവസരങ്ങൾ വരാത്തതിൻ്റെ റീസണാണ് ഞാൻ പിന്നെ സെർച്ച് ചെയ്തത് എന്തായിരിക്കും ഇതിനകത്ത്. അപ്പം സിനിമയ്ക്ക് സിനിമയായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ടെന്നും അതിന് നമ്മൾ ഏബിൾ അല്ല എന്നും ആ തരത്തിലോട്ട് എന്നെ മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലോട്ട് അത് സോഷ്യലൈസ് ചെയ്യാനോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത്. സത്യമാണത്, പക്ഷെ എനിക്കറിയില്ല. എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പം ആക്ടേഴ്സിനെയൊക്കെ ഞാൻ മാറ്റി നിർത്തിയിട്ട് മ്യൂസിക് ഫീൽഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കലാകാരന്മാർ, അതായത് നമുക്കറിയുന്ന ഒരുപാട് നല്ല കഴിവുള്ള സിംഗേഴ്സ് ഒന്ന് രണ്ട് സോങ് സിനിമയിൽ പാടിക്കഴിഞ്ഞു, പക്ഷെ പലപ്പോഴും നമ്മൾ കാണാറില്ല, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ വിചാരിക്കുകയും എന്ത് കഴിവുള്ള ആൾക്കാരുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതിനു ശേഷം പലപ്പോഴും ഞാനൊക്കെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ എന്ത് ചെയ്തെന്ന് കറക്റ്റ് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. കറക്റ്റ്. അല്ല, ഇഷാൻ ബ്രോയിനെ എടുത്തു പറയണം കേട്ടോ, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കവർ സോങ്, എല്ലാ കവർ സോങ്ങിനും സത്യം പറയാമല്ലോ ഒരു മാജിക്കൽ വോയിസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു പാട്ട് പാടുന്നതിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം AR റഹ്മാൻ സാറിനെ പോലെ അല്ലെങ്കിൽ ഇളയരാജ സാറിനെ പോലുള്ള ആൾക്കാരുടെ പാട്ടുകൾ നമ്മൾ പാടുമ്പം ആ പാട്ട് എന്ന് പറഞ്ഞൊരു വലിയ ചലഞ്ചാണ്. കാരണം ഇപ്പം ബ്രോ പാടുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റണം. ഫീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഫ്ലോപ്പായിട്ട് മാറിപ്പോൾ. പക്ഷെ
100% ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കുമ്പോഴത്തേക്ക് മാജിക്കൽ വോയിസിനൊക്കെ നമുക്കൊരു ഫീൽ ചെയ്യാറുണ്ട്, ഒരു മനസ്സിലായി. കണക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. അത് ഒരുപാട് അങ്ങനെ നല്ല കമൻസ് ഇപ്പോൾ വിൽസി പറഞ്ഞ പോലത്തെ കമൻസ് ആണ് എനിക്കും ഭാഗ്യത്തിന് കിട്ടുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇപ്പം നല്ലൊരു ക്രിക്കറ്റർ നല്ലൊരു ഷോട്ട് കളിക്കുന്നു, സഞ്ജു 100 അടിക്കുന്നു, 10 വർഷം കഴിഞ്ഞിട്ട് 100 പടപടാന്ന് അടിക്കുന്നു പറഞ്ഞ പോലെ നമ്മൾ അണ്ടർ ട്രെയിനിങ്ങിൽ കുറേ വർഷം ക്ലാസിക്കലായിട്ടോ അല്ലെങ്കിൽ വെസ്റ്റേൺ ആയിട്ടോ ഒക്കെ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മ്യൂസിക് ഇൻ്റർപ്രിട്ടേഷൻ വെച്ച് കവർ അങ്ങനെയാണല്ലോ. ഒരു സോങ്ങിൻ്റെ ലിറിക്സ് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇമാജിനേഷനിൽ നമ്മൾ എന്ത് പറയുക, ഒരു റിക്വസ്റ്റ് എങ്ങനെ ഞാനെങ്ങനെ വിൽസി എനിക്ക് ആ ചായ ഒന്ന് എടുത്ത് തരുമോ എന്നേ ചോദിക്കുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. അല്ല അല്ല അങ്ങനെ ചോദിക്കും, തീർച്ചയായിട്ടും. വിൽസി ആ ചായ ഇങ്ങ് എടുക്കൂ എന്ന് ഞാൻ പറയില്ല. അപ്പം നമ്മുടെ യൂണീക്ക് ആയിട്ടുള്ള എസൻസ് ഓഫ് ക്യാരക്ടേഴ്സ് നമ്മൾ പാട്ടിക്കൊണ്ടുവന്ന്, ഇപ്പം ഫോർ എക്സാമ്പിൾ കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ എന്ന് പറയുമ്പോൾ പാടു പ്ലീസ് ഒന്ന് പാടി കൊടുക്കൂ എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എൻ്റെ മ്യൂസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. രണ്ടുപേരും കൂടി പാടാതെ. കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർ താരാരോ മധുരമായി പാടും മണിശങ്കുക്കളായി കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ. അതങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഇൻ്റർപ്രറ്റ്. ഇതിപ്പോൾ ഞാനിപ്പം വേഗമായിട്ട് പാടുന്ന പോലെ നമ്മളൊരു റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ ഒരു കവർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്നും, നോർമലി എല്ലാവരും വിചാരിക്കുന്ന ഈ കവർ സോങ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ആക്കിയിട്ട് പിയാനോ വെച്ച് പാടുന്ന അല്ലെങ്കിൽ ഗിറ്റാർ വെച്ച് പാടുന്ന പരിപാടിയാണെന്നാണ്. അല്ല, നമ്മൾ ചെയ്യുമ്പോൾ ചില മ്യൂസിക്കൽ നൊട്ടേഷൻസ് നോക്കും, ഒരു ഇൻ്റർപ്രിട്ടേഷൻ നോക്കും, ലിറിക്സിൻ്റെ ഭാവം വേറെ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതങ്ങനെ എനിക്ക് ഒരു പൂവിനെ നിശാശലഭം എന്ന് പറഞ്ഞ പാട്ട് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ഉള്ളതാണ് ഔസേപ്പച്ചൻ മാഷ്. ഔസേപ്പച്ചൻ സാർ എന്നെ വിളിച്ചു ആ പാട്ട് കേട്ടിട്ട്. വിളിച്ചിട്ട് പറഞ്ഞതുപോലെ എൻ്റെ മ്യൂസിക് നീ പാടി ഇൻ്റർപ്രിട്ടേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു 4-5 വർഷമായിട്ട് പാട്ടുകൾ പാടുന്നുണ്ട്, എനിക്ക് ആദ്യമായിട്ടാണ് ഒരാൾ ഇൻ്റർപ്രിട്ടേഷൻ ഈ വേർഡ് പറഞ്ഞു. അങ്ങനെയുള്ള മ്യൂസിഷ്യൻസിന് അത് അറിയാൻ പറ്റും, നമ്മൾ എന്താണ് ഇമാജിൻ ചെയ്യണത്, അയാൾ പാടുമ്പോൾ അയാളുടെ മനസ്സിലെന്താണെന്ന്. ആ പാട്ട് ഓൾറെഡി ദാസങ്ങളിനെ കൊണ്ട് പാടിച്ച ആളാണ്. പുള്ളി പറഞ്ഞാണ് ദാസ് പാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നീ പാടി ഇൻ്റർപ്രിട്ടേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം അതൊരു മ്യൂസിക്കൽ ഒരു ആസ്പെക്റ്റിൽ അതിനെ ടച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വേവ് ഇതിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം കവർ സോങ് ഒക്കെ വന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കുറച്ചുകൂടി ഇപ്പം ഇഷാൻ ബ്രോയുടെ ഒക്കെ സമയത്തൊക്കെ കൂടുതലും നമ്മളിപ്പോൾ ഒരു പാട്ട് പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അന്നൊക്കെ സമയത്ത് ചാനലുകൾ കുറവല്ലേ, വളരെ കുറച്ച് ചാനലുകളേ ഉള്ളൂ. അപ്പം നമ്മുടെ പാട്ടൊന്ന് നമുക്ക് കേൾക്കണം എന്നല്ലെങ്കിൽ അവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചാനലുകളിൽ പോയിട്ട് നമ്മൾ റിക്വസ്റ്റ് ഇട്ടിട്ടൊക്കെ വേണം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സിംഗറിന് കഥ പറയാം. ഞങ്ങളൊരു 2003-ലോ 2004-ലോ ഒരു ആൽബം ചെയ്യുന്നു. അത് ഷൂട്ട് ചെയ്തു, എഡിറ്റ് ചെയ്ത് ഫുള്ള് ചെയ്തിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ബാലുവിൻ്റെ കൂടെ പുറകെ നടക്കുക, അവരുടെ കൂടെ ഓരോ ചാനൽ കയറി ഇറങ്ങി ഒന്ന് ഇടുവോ റിക്വസ്റ്റ് ചെയ്തിട്ട്. അവരാരും ഇടൂല. അതിനകത്തുള്ള ആൾക്കാർ ചിലപ്പോൾ അറിയാമല്ലോ, ഇതിനകത്ത് ടെക്നിക്കലുള്ള ആൾക്കാരെല്ലാവരും ചിലപ്പോൾ ബാലഭാസ്കറിന് ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണും, അന്യന്മാരെ പാട്ടെന്ന് പറയുന്ന ആൾക്കാർ കാണും, പിന്നെ പുച്ഛിക്കുന്ന ആൾക്കാർ, അങ്ങനെ ആരും ഇടാറില്ല. എല്ലാ ചാനലിലും കയറി ഇറങ്ങി കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ആ ചേഞ്ച് അറിയാം. ഞാൻ അതിനുവേണ്ടി മെനക്കെട്ട് നടന്നിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു പാട്ട് പാടിയിട്ട് എനിക്കിപ്പം എൻ്റെ ഈ കഴിഞ്ഞ മന്ത് എനിക്ക് തോന്നുന്നൊരു 5 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അനലിറ്റിക്സ് നോക്കുമ്പോൾ. 5 മില്യൺ എനിക്ക് 50 ലക്ഷം പേര് എന്നെ സപ്പോർട്ട്, 40 ലക്ഷം പേര് കണ്ടോ. ആ 40 ലക്ഷം പേര് നമുക്ക് വരുന്നുള്ള വിസിബിളായിട്ട് ഇപ്പോൾ കാണാൻ പറ്റും. 40 ലക്ഷം പേരിനെ കേൾക്കാനുണ്ടല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അത് ചെറിയ കാര്യമല്ല. അതെ, ഞാൻ പറഞ്ഞത് നമ്മുടെ പാട്ട് ഇപ്പം ഇഷാൻ ബ്രോയുടെ പാട്ടുകൾ കമൻറ്റുകൾ നോക്കുകയാണെങ്കിൽ, അല്ല ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഇപ്പം നമ്മളിപ്പം ഒരു സിംഗറുടെ അല്ലെങ്കിൽ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പാട്ട് കേൾക്കുമ്പം അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ അതിനെ ഭയങ്കര ഇപ്പം ഇഷാൻ ബ്രോയുടെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്നറിയാമോ, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെണ്ണിലവയാണ്. അതിന് 2-3 റീസൺ ഉണ്ട്. അപ്പോൾ എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം, വയലിൻ എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫൈലിലൊക്കെ ഉണ്ട്, വയലിൻ ലവർ. കാരണം എനിക്ക് വയലിൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. എനിക്ക് വയലിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. അത് ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലഭാസ്കറാണ്. ആൻഡ് ഇന്ന് ഈ ഒരു ദിവസത്തിൽ ഞാൻ വെറുതെ പറയല്ല, ഇഷാൻ ബ്രോനെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ഇപ്പം ഞാൻ ഇഷാൻ ബ്രോ ആണെന്ന് പറഞ്ഞ എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ അടുത്തും പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബാലഭാസ്കർ എന്ന് പറയുന്ന ബാലചേട്ടനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിനെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ബാലചേട്ടൻ അല്ല, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. കാരണം ബാലചേട്ടൻ മരിച്ച സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്രയും മറ്റൊരു കലാകാരൻ മരിച്ചപ്പോൾ ഞാൻ അത്രയും കരഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത്രയും എൻ്റെ ഒരു
ഇഷ്ടപ്പെട്ട എൻ്റെ ഫേസ്ബുക്കിലൊക്കെ കുറേ കാലം കവർ ഫോട്ടോസും പ്രൊഫൈൽ പിക്ചറും ഒക്കെ ബാലഭാസ്കർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മിക്കപ്പോഴും ഞാൻ കേൾക്കുന്നത് അതായത് ബാലഭാസ്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ വാലിയൻ ട്യൂൺ അദ്ദേഹത്തിൻ്റെ വെണ്ണിലാവി ആയിക്കോട്ടെ ഓരോന്ന് എടുക്കുകയാണെങ്കിലും അത്രയും എനിക്ക് കേൾക്കുമ്പോൾ ഇല്ലേ നമുക്ക് അത്രയും ടച്ച് ചെയ്യുന്നൊരു അതെ 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 കാര്യമാണ്. അപ്പോൾ ചേട്ടൻ പാടിയതിലും ഏറ്റവും കൂടുതൽ വ്യൂസ് അതെ കിട്ടിയിട്ടുള്ളതും അതെ 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 വെണ്ണിലാവി എന്ന് പറയുന്ന ഭയങ്കര വ്യൂസാണ് അതെനിക്ക് അതെ. എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത അതാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു പാട്ട് പാടുമ്പം സാധാരണക്കാരിലേക്ക് ഒരു കണക്റ്റ് ആവുക എന്നുള്ളൊരു ഞാൻ ഉം. ഒരിക്കൽ ഇതുപോലെ കവർ സോങ്സ് പാടിക്കണ സമയത്ത് എന്നെ ഒരുപാട് പേര് വിമർശിക്കുന്ന സമയമുണ്ടായിരുന്നു. അതൊരു 2010 സമയമായിരുന്നു. 10 സമയത്ത് ഉം. ഞാൻ പാടി തുടങ്ങുന്ന സമയത്ത് എന്തിനാണ് നീ വല്ലവരും പാട്ട് പാടുന്നത്, നിനക്ക് വേറെ ജോലിയില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഉദ്ദേശിക്കണ മ്യൂസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ആണല്ലോ. മനസ്സിലായി മനസ്സിലായി. പക്ഷെ അവരൊന്നും അങ്ങനെ നെഗറ്റീവ് കമൻസ് ഇട്ട് തുടങ്ങി, നീ ഇതിനെ പാടി നശിപ്പിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്. അപ്പം ഞാൻ ഉം. മ്യൂസിക്കലായിട്ട് ചോദിക്കും, എന്താണ് എൻ്റെ മ്യൂസിക്കൽ ആസ്പെക്റ്റിൽ അതിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് തരുമോ? ഉം. അല്ല നിങ്ങൾ ചുമ്മാ പറയാൻ പറ്റില്ലല്ലോ. ഉം. ഞാനും ഇഷ്ടപ്പെട്ട് പാടുകയല്ലേ ഞാൻ. അങ്ങനെ കമൻറ്റ് ചെയ്ത് തരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഡിപ്രഷൻ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സാറിൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു, ഇങ്ങനെ പിന്നെ പലരും ഇങ്ങനെ മോശം അഭിപ്രായം പറയുന്നു. അപ്പോൾ പറഞ്ഞ്, മുന്നേ നിനക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു 10,000 പേരുണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ഉണ്ട്? അന്ന് ആ സമയത്ത് 50,000 ആയിരുന്നു. ഉം. 40,000 പേരും കൂടിയില്ലേ? ആ, പണ്ട് വിടുമ്പോൾ എത്ര വ്യൂസ് ഉണ്ട്? ഞാൻ പറഞ്ഞു, 500 വ്യൂസ് വരും. ഇപ്പോൾ എത്ര ഉണ്ട്? അതൊരു 1000 5000 ഒക്കെ ആയിട്ടുണ്ട്. ഓക്കെ ശരി. അപ്പം എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ അവിടെ ഞാനൊരു കണ്ണൂർ ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് വഴിയിലൊരു ചേട്ടൻ ചായ അടിക്കുന്നു. ചേട്ടൻ അവിടെ ഞാൻ പോണ സമയത്ത് അവർ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പ്ലേ ചെയ്തിരിക്കുന്ന എൻ്റെ പാട്ടാണ് അവിടെ. അപ്പോൾ എന്നെ കണ്ടത് പുള്ളി ചാടി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവിടെ മുതലാളി പറഞ്ഞു, ഇയാൾ എപ്പോഴും നിങ്ങളെ പാട്ടാണെന്ന്, ഇവിടെ സഹിക്കാൻ വയ്യ നിങ്ങളെ പാട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കി. അത് വളരെ സന്തോഷമായിട്ട് പോയി. അപ്പം ഈ സ്റ്റോറി എൻ്റെ സാറിന് അറിയാം. സാറ് പറഞ്ഞു, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ ആസ്വദിക്കുന്ന എന്നെ റിയലായിട്ട് തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി പാടും, ഉം. വിമർശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പാടണ്ട. മ്യൂസിക് കണക്ട് ചെയ്യേണ്ടത് സാധാരണ നമ്മുടെ മനസ്സിലോട്ടാണ്. തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും പറയുന്ന ഇൻ്റർവ്യൂവിലൊക്കെ ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളിപ്പം ഭയങ്കര മ്യൂസിക്കാലിറ്റി പഠിക്കുന്നു, ഭയങ്കര മ്യൂസിക്കൽ മാത്തമാറ്റിക്സ് പഠിക്കുന്നു, ഭയങ്കര തിയറീസ് പഠിക്കുന്നു. ഇതൊന്നും എന്ത് പഠിച്ചാലും അൾട്ടിമേറ്റ്ലി ഞാനൊരു പാട്ട് പാടുമ്പോൾ, ഒരു മ്യൂസിക്കൽ പീസ് ചെയ്യുമ്പോൾ വിൽസിയായിട്ട് കണക്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അത് കവർ സോങ് തീർച്ചയായിട്ടും. ആവട്ടെ, കീർത്തനമാവട്ടെ, അതെ. മ്യൂസിക്കൽ നൊട്ടേഷൻസ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു സിനിമയ്ക്ക് അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവട്ടെ, വാട്ട് എവർ, നമ്മളൊരു 2 സെക്കൻഡ് 5 സെക്കൻഡ് ഉണ്ടാക്കുന്ന ഒരു മ്യൂസിക് വിൽസിയായിട്ട് കണക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഞാൻ പാടുമ്പോൾ പല ആൾക്കാർ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ ഇമോഷനെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഞാൻ എടുക്കും. ഞാനത് ഉറപ്പായിട്ട് അത് ഒരാൾ കേൾക്കും. ഇപ്പോൾ വിൽസിയെ പോലെ ഒരാൾ വെണ്ണിലവ കേൾക്കുമ്പോൾ അത് എങ്ങനെ കണക്ട് ചെയ്യണം ഞാൻ ആലോചിച്ചിട്ടാണ് പാടുന്നത്. ഉം. അപ്പോൾ എട്ടാത ഉയരത്തിൽ നിലവൈ வைத்தവൻ യാര്, ആരടാ എന്ന് ചോദിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടണം. കൈയോട് സിക്കാമൽ കാற்றை வைத்தവൻ യാര്, அதை எண்ணி 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 അങ്ങനെ പറയൂലേ, ആ ഫീലാ. ഇയക്കയ വിയക്കുറേൻ എട്ടാത ഉയരത്തിൽ നിലവൈ வைத்தവൻ യാര്, പെണ്ണേ. അപ്പോൾ ആ പെണ്ണെന്ന് വിളിക്കുന്ന ഫീല് കറക്റ്റാണോ? ഇതൊക്കെ റീവൈൻഡ് ചെയ്ത് കേട്ട് ഏറ്റവും നല്ല ഫോമിലോട്ട് അതിനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഗായകൻ എന്ന നിലയിൽ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിനകത്ത് എൻ്റെ മ്യൂസിക്കാലിറ്റി, എൻ്റെ അറിവ്, അല്ലെ ഉം. എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എല്ലാം യൂസ് ആവണം. അല്ലാതെ വെറുതെ ചുമ്മാ വന്നിരുന്ന് ഒരു പാട്ട് പാടി എടുക്കുന്നതല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിനകത്തൊരു മ്യൂസിക്കൽ എഫർട്ടുണ്ട്. അത് എന്ത് ചെയ്താലും ഇപ്പോൾ ഞാനിപ്പം എന്താണ് ഇപ്പോൾ ജോജു ജോണിൻ്റെ പടം ചെയ്യുന്നു. അതിനകത്ത് ഇപ്പോൾ 4 പാട്ട് ചെയ്യുമ്പോൾ നമ്മൾ അരികിലൊന്നു വന്നാൽ വന്നു വേറുതെയൊന്നു നിന്നാൽ ഇരുന്നാൽ നിറയുമായിരുന്നു എൻ്റെ ഹൃദയപാനപാത്രം, നീ അടുത്തൊന്നിരുന്നാൽ മതി എൻ്റെ ഹൃദയപാത്രം നിറഞ്ഞേനെ എന്ന് പറയുമ്പം ആ സോഫ്റ്റ്നെസ്സിൽ പറയാം. അരികിലൊന്നു വന്നാൽ അടുത്ത് വന്നിരുന്നാൽ എൻ്റെ അങ്ങോട്ട് അങ്ങനെയല്ലല്ലോ അതിൻ്റെ ഫീലിങ്സ്. തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും. ഫീല് ഞാൻ ഉണ്ടാക്കാണ്ട് ചിലപ്പോൾ എൻ്റെ ഡൈനാമിക്സിലായിരിക്കും. വന്നു വേറുതെയൊന്നു നിന്നാൽ അവിടെ ആ പോസ് ചെയ്യുമ്പോൾ രേ സാ നോട്ട് നിൽക്കുക, നിന്നാൽ എന്ന് പറയുമ്പോൾ എനിക്കൊരു ആധാര ഷഡ്ജത്ത് നിർത്തി എന്നുള്ള എൻ്റെ ഫീൽ മ്യൂസിക്കലായിട്ട് ഞാൻ ചിന്തിക്കും. നിറയുമായിരുന്നു ദാരകരസ, പാ തൊട്ട് സാ വരെ പാമകരിസ എന്നുള്ള നൊട്ടേഷനിൽ ഞാൻ വരിക്കും ആ നിറയുന്ന ഫീല് ഹാഫ് നിറഞ്ഞു എൻ്റെ ഹൃദയപാനപാത്രം എന്നാൽ അങ്ങനെയൊക്കെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്താണ് ഓരോ മ്യൂസിക് ഉണ്ടാക്കുകയും പാടുകയും ചെയ്യണം. ഉം.
നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ ഈ വെണ്ണിലയോ പാടുമ്പോഴോ അല്ല വെണ്ണിലാവി എന്ന് പറയുന്ന പാട്ട് എ ആർ റഹ്മാൻ സാറിന്റെ മ്യൂസിക് എടുത്തിട്ട് അത്രയും അത് ഭയങ്കര ഫീലാണ് കേട്ടോ. അത് പാട്ട് ഭയങ്കരമായിട്ട് അത് എനിക്ക് നിങ്ങളെ രണ്ടുപേരും കണക്ട് ചെയ്ത് പറയണം. കാരണം ഇഷാൻ പ്രേത് പാടും ബാലുചേട്ടന്റെ ആ ഒരു ബാലുചേട്ടൻ വയലിൻ രക്ഷയില്ല, ബാലുചേട്ടൻ രക്ഷയില്ല. രക്ഷയില്ലാത്ത. എനിക്ക് ഏറ്റവും ബാലുചേട്ടന്റെ ഇഷ്ടമുള്ളൊരു വയലിൻ പ്ലേ ചെയ്തത് വെണ്ണിലാവിയാണ്. ബാലുവിന്റെ പ്ലേയിങ് അസാധ്യമാണ്. നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഒരു എന്താ പറയാ അയാൾ ഈ പറഞ്ഞ ആള് ഒരു മ്യൂസീഷ്യൻ എന്ന ലെവലിൽ ആ കൈ വെക്കുമ്പോൾ തന്നെ ഓ അങ്ങനെ ഒരാളില്ലല്ലോ പ്ലേ ചെയ്യണം. നമ്മുടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കേരളത്തിലും ഇന്ത്യയിലും ഇല്ല. അത് ആ ഒരു പ്രത്യേക അത് ആ ഹാർഡ് വർക്കിൻ്റെയാണ്. നമ്മൾ കാണുന്ന ബാലഭാസ്കറോ ഒന്നും അല്ല. നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ബിക്കോസ് രാവിലെ ഒരു 6 മണിക്ക് 6:30 മണിക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉം. കുറേ നേരം സംസാരിച്ച് അങ്ങനെ എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ കൂടും. ലക്ഷ്മി ചേച്ചി, ഉം. ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ബാലുവണ്ണൻ കഴിച്ചിട്ടൊക്കെ ഇരിക്കായിരിക്കും ഉച്ചയ്ക്ക് ശേഷം. ഒരു അരമണിക്കൂർ ഇപ്പോൾ വരാതുകൊണ്ട് വയലിനെടുത്തുകൊണ്ട് പോയി റൂമിനകത്ത് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. അത്രയ്ക്ക് ആ പ്രാന്തായിരുന്നു. ആ തീർച്ചയായിട്ടും ഒരു അത്ര എന്താ ഭയങ്കര പറയുക ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ അല്ല, അതൊരു വല്ലാത്തൊരു വെറിയായിരുന്നു. തീർച്ചയായിട്ടും. അത്തരത്തിലുള്ള ഒരു മ്യൂസീഷ്യനാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ട് ഇൻസ്പയർ അല്ല ബാലുചേട്ടൻ ചെയ്യാന്നുള്ളതല്ലാതെ നോക്കണ 16-ാമത്തെ വയസ്സിലാണ് ഒരു എൻ്റെ അമ്മ മ്യൂസിക് ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു എന്നുള്ളത്. ബാലഭാസ്കറിന് 5-ാമത്തെ വയസ്സിൽ സിനിമ എടുത്തെങ്കിലും പുള്ളി ചെയ്തേനെ. 16 വയസ്സ് വരെ സത്യം കുറഞ്ഞു എന്ന് സത്യം സത്യം പറഞ്ഞാൽ സത്യം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അല്ല ബാലുചേട്ടൻ്റെ ഇപ്പോൾ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അതെ അതെ നമുക്ക് ഒരു ബാലുവിന് ഒരു രക്ഷയില്ലാത്ത ഭയങ്കര ഒരു പോസിറ്റീവ് അതെ അതെ എനർജി. എല്ലാം ചിരിച്ചുകൊണ്ടല്ലേ നിൽക്കുള്ളൂ. സത്യം സത്യം. അങ്ങനെയുള്ളൂ. നിങ്ങൾ കാണുന്ന ചിരിമുഖമല്ലേ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി ചിരിച്ചിട്ട് ഇങ്ങനെ തിരിയും. ഉം. ഞങ്ങളുടെ അടുത്ത് വരട്ടും. നമ്മൾ എന്തെങ്കിലും തെറ്റാണെങ്കിൽ ബാലുവിനെ പാടിക്കൊണ്ടിരിക്കുകയാണ് തിരിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ആക്കും. ഞങ്ങളവിടെ നേരെ പാടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി മനസ്സിലായി. അതങ്ങനെ ഈ രണ്ട് ആസ്പെക്റ്റിലാണ്. പുള്ളി നമ്മൾ എത്രത്തോളം ഫൈൻ മ്യൂസീഷ്യൻ ആവണം എന്നുള്ളത് നമ്മൾ അത്രയും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത് വരുത്തിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു മ്യൂസീഷ്യൻ കൂടെ ആയിരുന്നു. കൂടെ ഉള്ളവർ കൂടെ വരണം എന്നുള്ളതാണ്. ഓക്കെ ബാലുചേട്ടൻ എന്തെങ്കിലും അതായത് മ്യൂസിക്കിൽ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഉപദേശം അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ ഇപ്പോഴും ബാലുവിന് കീപ്പ് കുറേ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ? ബാലുവിന് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഉം. ഇപ്പോൾ ഗ്രാമി മേടിക്കണം, ഉം. പിന്നെ കുറേ ഇങ്ങനത്തെ ഗ്രാമി ഉം. എന്നായിരുന്നു പുള്ളിയുടെ ഉം. മനസ്സിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഗോളുകളൊന്നും ഉള്ള ആളല്ല. പക്ഷെ എനിക്ക് ഒരു സിനിമയിൽ പാടണം, എന്ത് പറയാനൊരു നല്ലൊരു മ്യൂസിക് ഡയറക്ടർ ആവണം എന്നൊക്കെ ഒരു ആഗ്രഹം വരില്ല. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ വെച്ചിട്ട് നടന്ന ആളാണ്. അപ്പോൾ ഈ ഗ്രാമി എന്ന് പറഞ്ഞ സാധനം ബാലഭാസ്കർ പറഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ഉം. ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ ബാലുവണ്ണൻ്റെ ഒരു ആഗ്രഹ സാധ്യം എന്നുള്ള ലെവലിൽ തന്നെ ഞാനും ഇത് എൻ്റെ ഒരു ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട്. എനിക്കൊരു ഗ്രാമിയിലോ അങ്ങനെ എനിക്കൊരു നോമിനേഷൻ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എൻ്റെ തരത്തിൽ. ഉം. അത് ബാലുവണ്ണൻ ബിക്കോസ് ഓഫ് ബാലുവണ്ണനാണ് ആ ഇൻസ്പിറേഷൻ വരുന്നത് തന്നെ. ഉം. അപ്പോൾ അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. ഒരാൾക്ക് ഇത്രയും വിസിബിളായിട്ടൊരു സ്ഥലം നമുക്ക് കാണിച്ചു തരിക എന്നുള്ളതൊക്കെ ഉള്ളതൊക്കെ നമുക്ക് അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് വർക്കാവില്ല. ഉം. അങ്ങനെയുള്ള വിഷനുള്ള ഫ്രണ്ട്സ് ഇല്ല നമുക്ക്. മനസ്സിലായില്ല, ആ ഒരു തീർച്ചയായിട്ടും സ്ഥലം അങ്ങ് തീർച്ചയായിട്ടും. ഓഫായി പോയെന്നുള്ളതാണ്. അല്ല ഇപ്പൊ കോളേജ് ലൈഫ് ഇപ്പം ബാലുചേട്ടനും അതുപോലെ തന്നെ ഇപ്പം ജാസി ചേട്ടൻ്റെ കാര്യം പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അതെ ആയിരുന്നല്ലോ. അപ്പം തീർച്ചയായിട്ടും ബാലുചേട്ടൻ വളരെയധികം ഈ ഒരു മ്യൂസിക്കിലേക്ക് കൊണ്ടുവരാൻ ഒരു വലിയൊരു ഘടകം ബാലുചേട്ടൻ തന്നെ ആയിരിക്കുമല്ലോ. അതെ അപ്പം അപ്പോഴത്തെ ഒരു കോളേജ് ലൈഫ് അല്ലെങ്കിൽ ഇപ്പോൾ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്നു. അപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ കൂടെയാണ്? പക്ഷെ അന്നും ബാലുചേട്ടൻ അന്നും ഭയങ്കര ബാലുചേട്ടൻ ഫേമസ് ഫേമസ് ആയിരുന്നു. ആണ്, ആ ഫേമസ് ആണ്. ആർട്ടിസ്റ്റിന് അപ്പുറത്തോട്ടൊരു പേഴ്സണൽ ബന്ധമായിരുന്നു എനിക്ക്. ഉം. ചേട്ടൻ അണ്ണനാണ് ഞാൻ വിളിക്കാറ്. ഉം. എന്നെയും ബാലുചേട്ടനെ അലമ്പന്മാരെന്നാണ് വിളിച്ചിരുന്നത്. ഉം. കോളേജിൽ ഞങ്ങളുടെ ഫാമിലിക്ക് അർത്ഥമില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ കയറി ഒരുമിച്ചിരുന്ന പിന്നെ അലമ്പും വർത്താനവും അങ്ങനത്തെ ഉം. ചളുവടി എന്നാണ് പറയുന്നത് ഞങ്ങളിവിടെ സാധാരണ. അതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ആ സമയത്ത് അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. ഉം. പേഴ്സണലി ആണ് നമുക്ക് ബാലുവിനായിട്ട് കുറച്ചും കൂടെ കണക്ഷൻ. ബാലുവിൻ്റെ അടുത്ത് നമുക്ക് മ്യൂസിക്കുമായിട്ട് സംവദിക്കാനോ ഒരു മ്യൂസിക്കൽ ബന്ധം വെക്കാനോ ഒന്നും പറ്റില്ല. ബിക്കോസ് ഹീസ് എ ജം, വേറൊരു ലെജൻഡറി പേഴ്സണാണ്. നമുക്ക് വേറൊരു വഴി ഉണ്ടാക്കാനേ പറ്റൂ ആസ് എ മ്യൂസിഷ്യൻ. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, എൻ്റെ കാര്യം പറയുമ്പോൾ ബാലുചേട്ടനൊക്കെ വെക്കുന്ന അറിവിൻ്റെ മേളിലോട്ടൊരു കാര്യം വയ്ക്കും. അപ്പോൾ ഞാൻ എൻ്റെ ആയിട്ടുള്ളൊരു പാത വെട്ടി എനിക്ക് എൻ്റെ ഒരു ചെറിയ ചെറിയ വഴികളിലൂടെ ഞാൻ പോകുന്നത് അത് ഇൻസ്പയർ ചെയ്യും ബാലുവിനെ കണ്ടിട്ട്. തിരിച്ച് ബാലുവിനെ ചോദിക്കുകയും ചെയ്യും, നിനക്ക് ഇപ്പോൾ ബാലുചേട്ടനെ പ്രോഗ്രാമിംഗ് പഠിപ്പിച്ച ഞാനാണ്. ഉം. ഈ നമ്മുടെ മ്യൂസിക്കൽ പ്രോഗ്രാമിംഗ്. ഉം. ഉം. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് കാണിക്കുന്നത്. ബിക്കോസ് അത് എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് ബാലുചേട്ടൻ എൻ്റെ കൂടെ വന്നിരുന്ന് പഠിക്കും. അത് ബാലുചേട്ടനൊക്കെ ഗ്രേറ്റ്നെസ് ആണ്. ഉം. അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല വശങ്ങളുള്ള ഒരു മ്യൂസീഷ്യനായിരുന്നു. അയ്യോ അത് സത്യം അതൊരു പറഞ്ഞാൽ എനിക്ക് നേരത്തെ പറഞ്ഞ മ്യൂസീഷ്യൻ്റെ അപ്പുറത്തോട്ട് നേരത്തെ പറഞ്ഞ ഒരു പേഴ്സണൽ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ഇടമായിരുന്നു നമുക്കെല്ലാം കൊണ്ട്. അത് ഞാൻ എൻ്റെ ലൈഫ് പറയുമ്പോൾ എപ്പോഴും ബിഫോർ ആൻഡ് ആഫ്റ്റർ ബാലഭാസ്കർ. ഉം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് കാര്യങ്ങൾ മൊത്തത്തിൽ പറഞ്ഞു ബിഫോർ ആൻഡ് വരുമ്പോൾ ആഫ്റ്റർ അതെ ബാലഭാസ്കർ. അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് വരും ലൈഫ്. ഉം. ബിഫോർ ആൻഡ് ആഫ്റ്റർ ബാലഭാസ്കർ എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വന്നിരിക്കും. ഉം.
അത് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയും, എൻ്റെ ഫ്രണ്ടിൽ ഒരു 10,000-15,000 പേര് പോയ പോലെയാണ്. അത് ആരുമായിട്ട് കണക്റ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം നമ്മളെ അറിയാത്ത ആൾക്കാരാണ് നമ്മുടെ റിലേഷനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക. ഉം. പുറത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കകത്താണ് നമ്മളൊരു, ഇപ്പോൾ ബാലു അണ്ണൻ്റെ ഒരു പടം നമ്മൾ പോസ്റ്റ് ചെയ്തു. നീക്ക് കൂടെ കൊന്നില്ലടാന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതിലേക്ക് ഞാൻ ഞാൻ അല്ല, പറയട്ടെ. ഞാൻ പറഞ്ഞത് ആ ആ, ആ, ഇതൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് നെഗറ്റീവ് കമൻസും ബാക്കിയാണ്. ഈ പുറത്തുള്ളവരാണ് എൻ്റെ ലൈഫ് അനലൈസ് ചെയ്യണത്. ഞാൻ 20 വർഷം ജീവിച്ച കാര്യമൊന്നും തീർച്ചയായിട്ടും. അതൊന്നും വെളി വരില്ല. അതല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഇവർക്കൊന്നും ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അവരവരുടെ ലൈഫ് ഉണ്ടെന്നും തീർച്ചയായിട്ടും. അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നും ഞാനിപ്പോൾ വെസ്ലിയെ എങ്ങനെ കാണണമെന്നും അനീഷ് എൻ്റെ ഫ്രണ്ടാണോ അല്ല മണി എൻ്റെ ഫ്രണ്ടാണോ എന്നൊക്കെ ഞാൻ ആരുടെയൊക്കെ എനിക്ക് ആരുടെയും ചെന്ന് സ്റ്റാമ്പ് ചെയ്ത് പറയേണ്ട കാര്യം. നേരത്തെ പറഞ്ഞ പോലെയാണ് എൻ്റെ ലൈഫിലെ ഒരു ഭാഗമാണ് ബാലഭാസ്കർ. അല്ല എന്താ ഒരു പറയുക, നമ്മളിപ്പം നമ്മുടെ സുഹൃത്തുക്കളില്ലേ, നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പം നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ്, അത് ചിലപ്പോൾ ഒരാളോട് പറഞ്ഞാൽ അത്രയും മനസ്സിലാകത്തില്ല. എനിക്ക് മനസ്സിലാകും. കാരണം ഇപ്പം ബാലിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീൽ ചെയ്ത കാര്യം, അല്ലെങ്കിൽ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ആൾക്കാർ അത്രയും സ്നേഹിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പം സ്വന്തം അല്ല, വീട്ടിൽ ഞാൻ ഒരാൾ അതാണ് ഞാൻ ഇപ്പോൾ വെസ്ലി പറഞ്ഞാൽ എനിക്ക് പിടി കിട്ടി. പക്ഷേ ഞാൻ എൻ്റെ ആസ്പെക്റ്റിൽ പറയുമ്പോൾ ആർട്ടിസ്റ്റ് അല്ലല്ലോ, എൻ്റെ ലൈഫിൽ ഇടപെടുന്ന എൻ്റെ തീർച്ചയായിട്ടും ലൈഫിൽ തീർച്ചയായിട്ടും. ഞാൻ ഇടപെടുന്ന ഒരുപാട് കേട്ടിട്ടുണ്ട് സ്വന്തം ചേട്ടനെ പോലെ അല്ലെങ്കിൽ ഒരു അതെ അച്ഛനെ പോലെ ആയിരുന്നു അതെ എന്നുള്ളത്. അതങ്ങനത്തെ ഫീൽ ലോക്കൽ ഗാർഡിയൻ ആയിരുന്നു ആക്ച്വലി. എന്നെ സംബന്ധിച്ചൊരു അങ്ങനത്തെ ഒരു ഗാർഡിയൻഷിപ്പൊക്കെ ഉള്ള ഒരാൾ. എന്ത് പറയാം, പുള്ളി എന്ത് പറയാം പുള്ളിയോട്, നമ്മളെ ഇഷ്യൂസോ പേഴ്സണൽ കാര്യങ്ങളോ എല്ലാം പറയാൻ പറ്റുന്ന ഒരു ഇടമായിരുന്നു. അതില്ല ഇപ്പം. വേറെ അത്രയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്ന, അത്രയും നമ്മളെ ഉൾക്കൊള്ളുന്ന ആളുകളില്ല ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ. അതാണ് നമ്മുടെ തോൽവി. നമ്മൾ ഒരു കാലഘട്ടം ജീവിച്ചു പോകുമ്പോൾ നമുക്ക് 1-2 ഫ്രണ്ട്സിനെ കിട്ടുള്ളൂ ടോട്ടലി. എല്ലാം പറയുന്ന, എല്ലാ കാര്യത്തിലും ഇടപെടുത്താൻ പറ്റുന്ന 2 പേരെ കിട്ടിയാലായി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഒരു 4-5 പേരിൽ ഒരാളാണ് ബാലുവണ്ണൻ. അതൊരു 10,000 പേർക്ക് ഈക്വലാണ്. ആരോ പറയുമല്ലോ, ഒരു ഫ്രണ്ട് 1000 ബുക്കിന് സമാണെന്ന് പറയുമ്പോൾ പോലെ എനിക്ക് ഒരു ഫ്രണ്ട് 10,000 ആളിന് തുല്യമായിരുന്നു. അപ്പം അതൊന്നും ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാലേ എനിക്ക് അറിഞ്ഞുകൂടി ഇത് ആർക്ക് മനസ്സിലാവും. നമ്മളിരുന്ന് ഡയലോഗ് അടിക്കണം എന്നൊക്കെ പറയുള്ളൂ. അല്ല അത് ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ നല്ലതായിട്ട് അറിയുന്ന ഒരാളാണ് ഞാനും. അതെ. ഇപ്പം നമ്മുടെ ഒരു കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്ത് നമുക്ക് നഷ്ടപ്പെടുമ്പം ഈശാൻ ചേട്ടനെ പോലെ തന്നെ എൻ്റെ കൂടെ അത്രയും എൻ്റെ ക്ലോസ് ആയിട്ട് നിന്ന ഒരാൾ, ഒരു സുഹൃത്ത് നഷ്ടപ്പെട്ട, അപ്പം നഷ്ടപ്പെട്ടിട്ട് 10 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും എൻ്റെ ലൈഫിൽ ഇപ്പം ചില ആൾക്കാർ മാറ്റാൻ പറയും, പറ്റില്ല. മരണം എന്ന് പറയുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകുമെന്ന് പറയും. പക്ഷേ ഞാൻ സത്യം പറയട്ടെ, ഒരു ദിവസം പോലും ആളെ പറ്റി പറ്റൂല. ചിന്തിക്കാത്തൊരു ലൈഫ് ഞാൻ എന്തെങ്കിലും ഇല്ല. ഡയലോഗെങ്കിലും അടിക്കും ബാലുവണ്ണം പറഞ്ഞ നമ്മൾ ഓർക്കുന്ന. ഉം. ഇപ്പോഴും ഞാൻ എൻ്റെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞ ബാൻഡുണ്ട്. ആ ബാൻഡിനകത്ത് ഞങ്ങളൊരു 5 വർഷം 6 വർഷം ഒരുമിച്ച്, ഞങ്ങൾ 5 ഏകദേശം കോളേജ് എല്ലാം കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ഒരു 8 വർഷം. ആ 8 വർഷത്തിനകത്ത് നടന്ന ഇൻസിഡൻറ്റിനകത്ത് നടക്കുന്ന വായ്ത്താരികൾ നമ്മൾ പറയില്ലേ, പോടെ എന്നൊക്കെ പറയില്ലേ, ചില വേർഡ്സ് നമ്മൾ എപ്പോഴും പറയില്ലേ, ഇറ്റ്സ് ഓക്കെ എന്ന് പറയണത്. ചിലപ്പം നമ്മൾ പറയണം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാം എന്ന് പറയും. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാമെന്ന് പറയും. അങ്ങനെയുള്ള കുറേ വേർഡ്സ് ഉണ്ട്. അത് നോർമൽ യൂസേജ് ആയിട്ട് നമ്മൾ ലൈഫിനകത്ത് അതാവും. ഉം. അങ്ങനെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു 80% ഓഫ് എൻ്റെ ചിന്തകളും വേർഡ്സും എല്ലാം ഇവരോട്ട് കണക്റ്റഡ് ആണ്. ബാലഭാസ്കറും എൻ്റെ കൺഫ്യൂഷൻ ടീമും അതിലെ ചേട്ടന്മാരും എൻ്റെ കോളേജുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ എൻ്റെ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അതാണ് നേരത്തെ പറഞ്ഞത്, വിൽസി പറഞ്ഞ പോലെ ഇതിങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഇതിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ ഭൂമിയാണെങ്കിൽ ബാക്കി ഗ്രഹങ്ങൾ നമ്മളെ ചുറ്റുമെന്ന് പറഞ്ഞവരാണ്. ഈ പറഞ്ഞ ബന്ധങ്ങളും ഇഷ്ടങ്ങളും നമ്മൾ അത്രയും ആഴത്തിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എനിക്കിപ്പോൾ ഞാൻ 40സിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കറിയാം നമ്മൾ ഇനി അടുത്ത ലെവൽ പോകുന്നത്, അടുത്ത ലെവൽ 50, 60 നമ്മൾ എത്ര കാലം ജീവിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ഇത്രയും കാലം ജീവിക്കുമ്പോൾ ഏറ്റവും ഫെയ്ത്ത്ഫുള്ളായിട്ട്, ഏറ്റവും ആഴത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. അതൊരു മഹാഭാഗ്യമാണ്. അതിലൊരാളാണ് ബാലുവണ്ണൻ. അതിൽ മെയിൻ ആളായിരുന്നു ബാലുവണ്ണൻ. ഞങ്ങളൊക്കെ ബാലുവണ്ണൻ്റെ അച്ചുതണ്ടിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന ഉപഗ്രഹങ്ങളായിരുന്നു സത്യം പറഞ്ഞാൽ. ബാലുവണ്ണൻ ഒരു മെയിൻ ഇടമായിരുന്നു. ഓക്കെ. അല്ല അത് ചിലപ്പം ഞാനും ബാലുച്ചേട്ടനെ പറ്റി പറയുമ്പോൾ ഞാൻ ഇത്രയും എനിക്കും ഭയങ്കര, കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബാലചന്ദ്രൻ അത്രയും പറഞ്ഞിങ്ങനെ ഇഷ്ടപ്പെടും. പറഞ്ഞുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞ അത്രയും നമ്മളൊക്കെ അത്രയും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത്രയും സ്നേഹിച്ചൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നഷ്ടം നമ്മളിപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഇന്നും ഈ പറയുന്നത് പോലെ അതൊരു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. കോൺട്രവേഴ്സിയസ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഇപ്പം റീസെൻ്റ് എനിക്കൊന്നൊരു 7-8 മാസം മുന്നെയാണ് ഞാൻ കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി നെഗറ്റീവ് സൈഡ് അറിയാമല്ലോ. ഇപ്പം ഞാൻ ചിലപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളുള്ള അതെ. ആൾക്കാരായിരിക്കും. ലക്ഷ്മി അപ്പം ചേച്ചിയാണോ?
ആ തീർച്ചയായിട്ടും. അപ്പം ഞാൻ ഈ ഒരു 7-8 മാസം മുന്നേ ഉം. ചേച്ചി ഇട്ടൊരു എനിക്കൊന്ന് ഏതോ ഒരു ചാനലിന് ഉം. വേണ്ടിയിട്ട് കൊടുത്തൊരു 1 മനോരമ. മണിക്കൂർ എങ്ങാണ്ട് മേഖലയുണ്ട്. അത് ഞാൻ ഫുള്ള് ഇരുന്ന് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ലിറ്ററലി ഞാനത് കരഞ്ഞു പോയി. അത് കാരണം സത്യമാണ്. അത് അവരുടെ നമ്മളിപ്പം ലൈഫല്ലേ പറയണത്. അത് ആർക്കും തീർച്ചയായിട്ടും. ഒപ്പോസ് ചെയ്യാൻ പറ്റൂല. നമ്മൾ പുറത്തിരുന്ന് അവർക്ക് എനിക്ക് പോലും ഒരു കമന്റ് അടിക്കാനേ ചുമ്മാ കമന്റ് ഇടാനേ പറ്റൂ. അവരുടെ ലൈഫ് പറയുമ്പോൾ നമ്മൾ കേൾക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ. തീർച്ചയായിട്ടും. നിങ്ങളുടെ വീട്ടിലെ വിൽസിയുടെ വീട്ടിലെ ഒരു അമ്മ അതെ. അല്ലെങ്കിൽ ഒരു പെങ്ങൾ അയാളുടെ ഭർത്താവും കുഞ്ഞും മരിച്ചിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ കേൾക്കാൻ ഒരു ബാധ്യത ഉണ്ടല്ലോ നമുക്ക്. അത് കേൾക്കാനുള്ളൊരു സാവകാശം ആൾക്കാർക്ക്. ഇവള് കള്ളിയാണ്, ഇവള് മാലാവസ്ഥനെ കൊന്നൊക്കെ പറഞ്ഞു. അയ്യോ, ഇല്ല, ഞാൻ ആക്ച്വലി നമുക്കൊരിക്കലും ചിന്തിച്ചല്ലേ, ഞാൻ ആക്ച്വലി ചേച്ചിയുടെ സൈഡിൽ നിന്നാണ് ചിന്തിച്ചത്. കാരണം ഞാൻ ഈ പറയുന്ന പോലെ നമ്മൾ അല്ല, ഇവരാരെയും അതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇത് കണ്ടിട്ടുമില്ല. പബ്ലിക്കലി വരുന്ന സാധനങ്ങൾ നമ്മൾ അതിനകത്ത് അതെ, കമന്റ് ചെയ്യാൻ പറ്റില്ല. കമന്റ് ചെയ്യാൻ സത്യം പറ്റില്ല. പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. ഒരു മാനുഷിക പരിഗണന നമ്മൾ അത്രേ നോക്കുന്ന ഉള്ളൂ. സമയത്ത് ഞാൻ പല ഇന്റർവ്യൂസിനും ചെന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഉം, ഒരു സാധാരണ സ്ത്രീയാണ്. അവർക്ക് ഉം. അവരുടെ ഭർത്താവും ആം, മകള് നഷ്ടപ്പെട്ടിട്ട് അവർ ഒരുപാട് സഫർ ചെയ്ത് അവർ ട്രോമയിലൂടെ പോകുന്ന ആളാണ്. അല്ല, ആള് അപ്പം പറഞ്ഞ ഒരു വേർഡ് എനിക്ക് ഇപ്പോഴും സ്ട്രൈക്കിംഗ് ആയിട്ടുണ്ട്. അതായത് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എനിക്കിനി ഒന്നുമില്ല, എനിക്കിനി നോക്കാൻ ഒന്നുമില്ല. അതെ. അപ്പോൾ അതൊരു എന്താ പറയുക, അതൊരു ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. ചിലപ്പോൾ നമ്മൾ അതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആയിപ്പോൾ ഞാൻ ഈ പറയണത് പോലെ ഇമോഷണൽ അല്ല, തന്നെ. നമ്മൾ നേരത്തെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരാളെയൊക്കെ നമുക്ക് കപ്പിയെടുക്കാൻ പാടായിരിക്കും. ഉം, ഞാനൊന്നും അങ്ങനെ ഒരാളെ കണ്ടിട്ടുമില്ല. സ്റ്റിൽ ചേച്ചിയായിട്ട് ഞാനും എൻ്റെ വൈഫും കോണ്ടാക്ട് ഉണ്ട്. ഞങ്ങളുടെ ഫാമിലി ഒക്കെ കോണ്ടാക്ട് ഹൗ ഉണ്ട്. ഷീ നൗ? ഷീസ് ഫൈൻ. കുറേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഉം, സർവൈവലാണല്ലോ എല്ലാവരും ഈ ഉം. ലോകത്ത് ചെയ്യണ സർവൈവലാണ്. അപ്പോൾ തീർച്ചയായിട്ടും. ആളും സർവൈവ് ചെയ്യുന്നു. ഉറപ്പായിട്ടും ആ ട്രോമകളും ആ വിഷമങ്ങളും വെച്ചിട്ട് തന്നെയാണ് അയാളും ജീവിക്കണം. അല്ലാതെ ഈ ആൾക്കാർ പറയണ കൺസെപ്റ്റൊന്നുമല്ല. കൃത്യമായിട്ട് ഞങ്ങളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നേരത്തെ പറഞ്ഞ വിൽസിക്ക് ഇത്രയേറെ വിഷമമുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് ഇത്ര അയ്യോ വിഷമം ഉണ്ടാവണം തീർച്ചയായിട്ടും എന്നുള്ളതാണ് തീർച്ചയായിട്ടും. ആ അതാണ് ഞാൻ ക്വസ്റ്റ്യൻ. പറഞ്ഞത്. ആ അതെ, ഇന്റർവ്യൂ സിമ്പിൾ. കണ്ടിട്ട് ലിറ്ററലി നമുക്ക് കരഞ്ഞു പോയി എന്ന് പറയാൻ കാരണം അതാണ്. നമ്മൾ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഞാനൊക്കെ എത്രയോ പ്രാവശ്യം ആരും ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയോ? ചിന്തിക്കുകയൊന്നുമില്ല. നമ്മുടെ സൈഡിൽ നിന്ന് ആരും ചിന്തിക്കില്ല. ഇപ്പം ഉം, ഞാൻ അവരുടെ സൈഡിൽ നിന്ന് അവരെ കണ്ടിട്ട് ഇവർ ഈ പറയുന്ന ആൾക്കാർ ജഡ്ജ്മെൻ്റലായിട്ടുള്ള ആൾക്കാർ ജഡ്ജ്മെൻ്റലായിട്ടുള്ള അനലൈസേഷൻ ചെയ്യും. അത്രേ ഉള്ളൂ. അത് ഒരു സ്ത്രീയായിട്ടോ ഒരു അമ്മയായിട്ടോ അല്ലെങ്കിൽ ഒരു പെങ്ങളായിട്ടോ ഒക്കെ കണ്ടാൽ ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ് ഈസ് ഫൈൻ. ഉം, അപ്പം മനസ്സിലാവും ആ കാണുന്ന ഇരിക്കുന്ന ആളാരാണ്, അയാളുടെ വിഷമത്തിൻ്റെ ആഴം എന്താണ്, ഒരു ലൈഫിനകത്ത് ഇതൊക്കെ നടക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അവരുടെ ട്രോമാസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഉം. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യനായിട്ടൊരു കാര്യമില്ലല്ലോ. ഒരിക്കലും ഇല്ല. അതെ. ഓക്കെ, ഇപ്പോൾ ഈ ബാലിച്ചേട്ടന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടോ? കാരണം അല്ല, നമ്മൾ ചെയ്യണം. ഞാൻ ആരോട് ചോദിച്ചു ബാലുച്ചേട്ടന് വേണ്ടി ഒരു പാട്ട് പാടൂ എന്ന് പറഞ്ഞാൽ ആരും എനിക്കൊരു ഉം, കമൻറ്റ് ചെയ്തു. ഞാൻ ഉം. പാടുന്നെല്ലാം ബാലുച്ചേട്ടന് ആ വേണ്ടിയാണ്. അത് ഞാൻ എല്ലാ പാട്ടുകളും പാടുമ്പോഴും ആദ്യം ബാലുച്ചേട്ടനെ അയക്കണം. ഉം, എൻ്റെ പാട്ട് ഞാൻ സാധാരണ എൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഇന്ന് നമ്മുടെ മുന്നിലൊരാൾ നമ്മുടെ തലതൊട്ടപ്പൻ എന്നുള്ള ലെവലിൽ ഉള്ളപ്പോൾ ഞാനെല്ലാം ആദ്യം അയക്കണ ബാലുച്ചേട്ടനായിരിക്കും. ഒരു പാട്ട് ചെയ്തിട്ടോ ഒരു സിനിമയുടെ കമ്പോസിങ് കഴിഞ്ഞിട്ടോ ഒരു കവർ സോങ് പാടിയ വോട്ടെവർ എന്തൊക്കെ ചെയ്തിരുന്നോ അതൊക്കെ ഞാൻ ബാലുച്ചേട്ടനെ അയക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഉം. ഇപ്പോൾ ബാലിച്ചേട്ടന് അയച്ചു കൊടുത്തതിൽ ബാലിച്ചേട്ടന് എന്താ പറയുക, ഒരു നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ എടാ അടിപൊളി നമ്മൾ ഫ്രണ്ട്സ് അയച്ചു കൊടുക്കുമ്പോൾ ഉം. അങ്ങനെ കിട്ടിയ ഒരു പാട്ട് ഓർമ്മയുണ്ട് ഏതാണെന്നുള്ളത്? ബാലിച്ചേട്ടൻ്റെ അടുത്തുനിന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു അത് ആക്ച്വലി ഞാൻ എൻ്റെ പേര് മാറ്റിയൊരു സോങ് ഉണ്ട്, ഉം, ഷൈലു. ഉം. ഞാൻ അറിയാം, കന്നഡയിൽ കന്നഡയിൽ അവാർഡ് അവാർഡ് കിട്ടിയ. കിട്ടിയത്. അപ്പം അവാർഡ് കിട്ടിയ സമയത്ത് അപ്പം എന്നെ പണ്ട് ബാലുച്ചേട്ടൻ ഇതുപോലെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് പാട്ട് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. ഉം, എന്നെയൊക്കെ പിടിച്ച് കയറ്റി എന്നെ ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് 18 വയസ്സേ ഉള്ളൂ. ഉം, ഞാൻ കരഞ്ഞു കുളമായി വെളി ഇറങ്ങിപ്പോയി. 18 പിന്നെ 18 വർഷം 10 എനിക്ക് തോന്നുന്നു 18 2005 അല്ല 3 ആ സംഭവം നടക്കുന്നത്. ഉം, ഉം. പിന്നെ 2010 2003 പിന്നെ അത് 2010 11 കന്നഡയിലെ സോങ്. കന്നഡയിലെ സോങ് വരുന്നത് 11 വർഷത്തിന് ശേഷമാണ്. അതും സോനു നിഗത്തിന്റെ കൂടെ ആ അല്ലേ? സോനുകായിരുന്നു ഫൈനലിൽ എനിക്ക് വന്നത്. ആളെ അപ്പം തോപ്പിച്ചിട്ടാണ് അങ്ങനെയല്ല. അവാർഡ്. അയ്യോ അങ്ങനെയല്ല, സി എന്റെ പോസിറ്റീവ് സെൻസിലാണ് അതെ പറയുന്നത് കേട്ടോ. മനസ്സിലായി. അവര് സോനിക ഉണ്ടായിരുന്നു ഉം, ലാസ്റ്റ് ഫൈനൽ റൗണ്ടിൽ. ഉം, ഞാൻ ബെസ്റ്റ് സിംഗറായി. അപ്പം ഞാൻ ആ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ സ്റ്റേജിൽ നിന്ന് രണ്ടുപേരുടെ പേര് പറഞ്ഞു. ഒന്ന് എൻ്റെ അച്ഛനും ഒന്ന് ബാലുച്ചേട്ടനുമാണ് ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നേരിട്ട് കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷം. എൻ്റെ വൈഫിനെ കുറിച്ച് പറഞ്ഞു അവൻ്റെ ഹാർഡ് വർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ അച്ചീവ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പണ്ട് നേരിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്നെ പണ്ട് ഇറക്കി വിട്ടില്ലേ സ്റ്റുഡിയോയിൽ നിന്ന് പാടാറില്ലെന്ന് പറഞ്ഞ് ഇതുണ്ട് ഞാൻ സോനുകത്തിൻ്റെ കൂടെ പിൻ ചെയ്ത ട്രോഫിയാണെന്ന് പറഞ്ഞിട്ട് ബാലുവിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് അങ്ങനെ തമാശയായിട്ട് ഉം, അത് ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഞാൻ പറഞ്ഞ നേരത്തെ ഉം, എൻ്റെ ലൈഫിൽ അതൊരു അച്ചീവ്മെൻ്റായിട്ടും അറ്റ് ദ സെയിം ടൈം ഒരു നമ്മളെ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിന് അയാളുടെ അടുത്ത് കൊണ്ടെത്തിക്കാൻ പറ്റിയെന്നൊക്കെ എന്നുള്ളതാണ്. എൻ്റെ ഒരു ഉം. മ്യൂസീഷ്യൻഷിപ്പിനെ ഭയങ്കര വാല്യൂ തരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അയാളുടെ അടുത്ത് അത് എത്തിക്കാൻ പറ്റിയെന്നുള്ളതൊരു ഭാഗ്യം. അതാണ് ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഓർക്കാൻ പറ്റുന്ന. ഉം. അല്ല അങ്ങനെയല്ല ചോദിച്ചത്, ബാലിച്ചേട്ടന് ഇഷ്ടപ്പെട്ട ഇഷൻ ബ്രോ പാടിയ ഒരു പാട്ട് ഈ വളരെയധികം ശൈലു ഇഷ്ടം ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ്. ശൈലു. ആ ശൈലു തന്നെ ആ ആ പാട്ട്.
ആ പാട്ട് രണ്ടുപേരും പാടാൻ പറ്റുമോ? ಶೈಲು ಅರೆ ಶೈಲು ನನಗೇನಾಯ್ತು ಹೇಳು ಏನು ಕುಡಿದೇನೆ ಕೇಳಂಗಾಯ್ತಲ್ಲೇ ಶೈಲು ಅರೆ ಶೈಲು ಇದು ನೀನಾ ನಿಜ ಹೇಳು ಮತ್ತೆ ಹೊಸದಾಗಿ ಹೊಡ್ದಂಗೈತಲ್ಲೇ ಕೆನ್ನೆ ಕಡುಗಂಬು ಬಂದೈತೆ ಹೊಸ ಹೊಳಪು ಸೆಳೆವಾಗ ನೀ ಹಿಂಗೆ ಬದುಕೋದು ನಾ ಹೆಂಗೆ ನಾನೇ ತನ ತಾನೇ ತನದಂದ ನನ್ನ ತಂದ ತಂದ ನನ್ನ ತಂದ താനേ തന്നെ താനെ അങ്ങനെ ഒരു ഭയങ്കര ട്രഡീഷണൽ ആ, ആയിട്ടുള്ളൊരു കൊള്ളാം, കൊള്ളാം. ഒരു കൂളായിട്ടുള്ളൊരു ഫോക്ക് സോങ് പോലത്തെ പാട്ടാണ്. ഓക്കെ. അല്ല ഇപ്പം വയലിനെ പറ്റിയും കൂടെ ഒന്നും കൂടെ പറയാം. കാരണം ഇപ്പം ബാലിച്ചേട്ടനാണ് ശരിക്കും പറഞ്ഞൊരു ഫ്യൂഷൻ അല്ലെങ്കിൽ വയലിനിൽ ഒരു തുടക്കമിട്ടത്. പക്ഷെ ഇപ്പൊ ഓ ഒരുപാട് എൻ്റെ പേര് അമ്മോ, ആൾക്കാർ വഴി ഒരുപാടുണ്ട്. തെറ്റി നടക്കാൻ വയ്യ സത്യം വയലിനിസ്റ്റിന്. വയലിനിസ്റ്റ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ചുമ്മാ തമാശ പക്ഷെ പറയാട്ടാ. അല്ല ഒരുപാട് ആൾക്കാർ വയലിനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതെ. പക്ഷെ എന്നാലും സ്റ്റിൽ വയലിൻ എന്ന് ബാ- പറയുമ്പം മലയാളികളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മനസ്സിൽ ബാലുചേട്ടൻ്റെ പ്ലേയിങ് ഫീറ്റ് ഒരാളും ഇല്ല കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇനി വരുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നില്ല അതാണ് ഇന്ത്യ ഞാൻ ഒരു പറഞ്ഞത്, അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് മ്യൂസിഷ്യൻഷിപ്പ് കീപ്പപ്പ് ചെയ്ത ഒരാളെന്ന നിലയിൽ നമുക്ക് വെക്കാൻ പറ്റില്ല, ഒരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ഫ്യൂഷൻ രംഗത്തോ ഈ പറഞ്ഞ അങ്ങനത്തെ പ്ലേയിങ്ങിൽ. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ഇപ്പം മലയാളം ഫിലിമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഇപ്പം ലാസ്റ്റ് ചെയ്ത് 2023 പുലിമട. പുലിമടാന്ന് സിനിമ. ഇനി എന്തെങ്കിലും ഫ്യൂച്ചർ മലയാളം ഫിലിമിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്യൂച്ചർ അല്ല, ഞാൻ പ്രോജക്ട്സ്? ഇൻറ്റു ഫിലിംസ് ഉണ്ട് നമുക്കെപ്പോഴും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ സി ഡിയും കൊണ്ട് നടന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്. 2003 സി ഡിയും കൊണ്ട് പല ചാനലുകളും നടന്ന സ്ഥലത്ത് നിന്ന് എല്ലാവരും നമ്മളിലേക്ക് നോക്കുന്നൊരു സ്ഥലം നമുക്ക് കിട്ടി. ഇപ്പോൾ നമ്മുടെ ഡാപ്സി ആവട്ടെ, വേടനാവട്ടെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൈൻഡ് ഓഫ് ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് കിട്ടുന്ന സ്വീകാര്യത ഏതില്ല, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനകത്ത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പണ്ട് ചേരുന്ന സാധനമാണ്. നയസമാനിക്ക് ഗാന, ആരുതി 20 വർഷം മുന്നേ തുടങ്ങി വെച്ചാണ്. അന്ന് ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളില്ലായിരുന്നു. ഇപ്പം അതുണ്ട് എന്നുള്ള നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ആയിട്ടുള്ള ഐഡിയാസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഫസ്റ്റ് വേർഷനാണ് യക്ഷി അല്ല ഇപ്പം തുടക്കം. തോന്നിയിട്ടില്ല ഇപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പം നിങ്ങളൊക്കെ തുടങ്ങിയ സമയത്തൊന്നും ഈ പറയണത് പോലെ തന്നെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ഇല്ല, നിങ്ങളൊക്കെ ഒരുപാട് nothing. സ്ട്രഗിൾ ചെയ്ത് വന്ന അതെ. മ്യൂസീഷ്യൻസുകളാണ്. അപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റി. ഇപ്പം എനിക്ക് 2 പാട്ട് പാടണം എന്നുണ്ടെങ്കിൽ പാട്ട് പാടിയിട്ട് ഇടാം. അതിനകത്ത് നെഗറ്റീവ് വന്നാൽ ഇപ്പം ആൾക്കാർക്ക് പ്രശ്നമില്ല. അതെ. നെഗറ്റീവ് അങ്ങനെയെങ്കിലും ഇപ്പം പല ആൾക്കാരും കണ്ടിട്ടില്ലേ നെഗറ്റീവ് ആണല്ലോ പാട്ടിനെ പബ്ലിസിറ്റി. വളരെയധികം ഒരു ഇല്ലാണ്ടാക്കിയിട്ട് പാടുന്ന ആൾക്കാർ വരെ ഉണ്ട്. പക്ഷെ അതിന് മില്യൺ വ്യൂസ് ഒക്കെ അതെ ആയിരിക്കും. അതെ പക്ഷെ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം? ഇപ്പം നമ്മുടെ സ്പോട്ടിഫൈ ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മുടെ അതാണ് പറഞ്ഞത്, ഇപ്പം ഒരുപാട് വിസിബിളായിട്ട് ആർട്ടിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ ചെയ്തിരുന്ന കാലത്തൊന്നും ഇല്ലായിരുന്നു, ഒരു പ്ലാറ്റ്ഫോംസ് ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അപ്പാർട്ട് ഫ്രം ഫിലിംസ്, നമുക്ക് ഫിലിം ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ്, നമ്മുടെ ഐഡിയാസ് എഴുതാൻ പറ്റില്ല, നമുക്ക് പുതിയതായിട്ട് തോന്നുന്ന ആശയങ്ങളെ മ്യൂസിക്കലാക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ ബെറ്ററാക്കി ചെയ്യണം ചെയ്യാൻ എന്നുള്ളത്. പറ്റും. ഓക്കെ, ഇനി വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയട്ടെ. അതായത് ഇഷാൻ ദേവ് എന്ന് പറയുന്നൊരു മ്യൂസീഷ്യനെ, അതായത് ഇപ്പം നമ്മളിപ്പം ഒരാളുടെ അടുത്ത് ഇഷാൻ ദേവ് എന്ന് പറഞ്ഞേക്കാളും ഫസ്റ്റ് മനസ്സിലേക്ക് മലയാളികളെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണെന്നറിയാം? ഏതാണെന്ന് മനസ്സിലായി. ഞാൻ പറയാം എനിക്കത് പറയണം. അതായത് നന്മയുള്ള അതായത് ആ ഒരു നാട്ടിലത്തെ ആ ഒരു അതെ അതെ. വെള്ളപ്പൊക്കത്തിന്റെ ആ ഒരു സമയത്ത് ആ ഒരു പാട്ട് എൻ്റെ അമ്മ അത്രയും ഒരു ദുരന്തമുഖങ്ങളിൽ മുന്നിൽ നിന്ന പാട്ട് സീരിയസ്. അല്ലേ? പക്ഷെ ആ സമയം അത്രയും വൈറലായി അത്രയും അതെ ഫീൽ ഉൾക്കൊണ്ട ഒരു പാട്ടായിരുന്നു നന്മയുള്ള ലോകം. ഇപ്പോഴും ആൾക്കാരുടെ അടുത്ത് നമുക്കൊരു ജസ്റ്റ് ഒരു വൺ ഇൻട്രൊഡക്ഷൻ അതെ. ഇഷാൻ ദേവ് നന്മയുള്ള ലോകമേ പാടിയ ആ അതിൽ ആൾക്കാർ യെസ് ഒരു യെസ്. ഭയങ്കര എനിക്ക് തോന്നുന്നു. അത് നേരത്തെ പറഞ്ഞ സിനിമയല്ല, ആൽബം അല്ല, ഒന്നുമല്ല, പക്ഷെ ചുമ്മാ ചേട്ടന് നമ്മൾ തോന്നിയിട്ടില്ല അതായത് ചേട്ടൻ്റെ ഒരു മ്യൂസിക് കരിയറിൽ ആ ഒരു പാട്ടിന് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ് അത്. ബിക്കോസ് എനിക്ക് അതിലും ഉപരി നേരത്തെ പറഞ്ഞല്ലോ, ഈ പാട്ട് തന്ന ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഏരിയ, ഇതിൻ്റെ അനന്ത സാധ്യതകൾ, ഇൻ്റർനെറ്റിൽ ഇത് എവിടെയൊക്കെ പോകും, എങ്ങനെയൊക്കെ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ ഇത് എങ്ങനെയാണ്, നേരത്തെ പറഞ്ഞ പോലെ സ്പോട്ടിഫൈ, ഐട്യൂൺസിലും അല്ലെങ്കിൽ ഇതര പ്ലാറ്റ്ഫോമുകളിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നൊക്കെ ഒരു നേരത്തെ പറഞ്ഞ ഒരു മ്യൂസിക് ബിസിനസ്സിൻ്റെ സാധ്യതകളൊക്കെ എനിക്ക് തുറന്നു തന്ന ഒരു പാട്ടാണ്. സെയിം സമയത്ത് ആസ് എ മലയാളി, ഞാൻ അന്ന് ചെന്നൈയിലായിരുന്നു. നമ്മുടെ ഒരു വികാരം, ഒരു നാടിന് വേണ്ടിയുള്ളൊരു വികാരം, നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മുടെ ഒരു ഫീലാണ് പാട്ട്. ആ ഫീലിന് തൊടുന്നു നമ്മളെല്ലാവരും. മരണമാർന്നിടും നാളിലും മലയാളമൊന്നായി നിന്നിടും, പാറിടും ശലഭമായി മാറിടും പുതുലോകമായി, നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക,
കരളുടഞ്ഞ് വീഴുകില്ലിത് കരളുറപ്പുള്ള കേരളം. കേരളം. കരളുറപ്പുള്ള കേരളമാണ്. അപ്പം തീർച്ചയായിട്ടും. നമുക്ക് അങ്ങനെ ഒരു ഞാൻ പലപ്പോഴും ഞാൻ ചെന്നൈയിൽ ഒരു 7 വർഷം ഉണ്ടായിരുന്നു. ഞാൻ തമിഴണ്ട എന്ന് പറഞ്ഞ ഒരു ഫീലുള്ളൊരു പാട്ട് മലയാളത്തിലില്ല ഞാൻ നോക്കുമ്പോൾ, ഉം. അല്ലേ? സത്യം. ഞാൻ തമിഴണ്ട എന്ന് പറഞ്ഞ സ്പിരിറ്റുള്ള നമ്മൾ ഉം. ഞാൻ മലയാളിയടാ എന്ന് പറഞ്ഞാൽ അത് കോമഡി ആയിട്ട് എടുക്കുന്ന ആൾക്കാരേ ഉള്ളൂ, അതെ അല്ലേ? അതെ അതെ, സത്യമല്ലേ? ശരിയാ അപ്പം ശരിയാ. ഞാൻ ഒരു പാട്ടിലൂടെ അത് പറയാന്നുള്ളൊരു ആ ഒരു കരളുറപ്പുള്ള കേരളം എന്ന് പറയുമ്പോൾ ഒരു സ്പിരിറ്റ് വരുമല്ലോ, ആ സ്പിരിറ്റ് പക്ഷെ അത് എല്ലാവരുമായിട്ടും ഭയങ്കര കണക്ട് ആയി ഒരു എന്നുള്ളതാണ്. എന്താ അതെ. പറയാ, നമുക്ക് കേൾക്കുമ്പോ തന്നെ ഉം, ഉം. നമുക്ക് ഭയങ്കര ഒരു അഭിമാനം, പിന്നെ ആ ഒരു നമ്മളത് പ്രത്യേകിച്ച് ആ ഒരു നേരത്തെ സമയത്ത്. പറഞ്ഞല്ലോ, പിന്നെ അത് ട്രോളായി മാറുന്നു. അല്ല, ട്രോള് അതിപ്പോ നമ്മൾ എന്ത് കാര്യങ്ങൾ കുറെ കഴിയുമ്പോഴത്തേക്കും അത് ട്രോളാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അത് എന്തെങ്കിലും ആൾക്കാർ, നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ പറയുമ്പോൾ നന്മയുള്ള ലോകം ഉം. ആരും പറയും. പക്ഷെ ആ ഒരു പാട്ട് ഭയങ്കര ഒരു, എനിക്കൊന്ന് മ്യൂസിക് കരിയറിൽ ഭയങ്കര ഒരു അതെ, ഇമ്പാക്റ്റ്. ഉറപ്പായിട്ടും അടിപൊളിയാണ് ആ പാട്ടിൻ്റെ ഒരു സ്ഥാനം. പക്ഷെ എന്റെ വരികൾ എഴുതി ഫ്രണ്ട് ഫ്രണ്ട് എന്തോ ഫ്രണ്ടാണ് ആയിരുന്നു എഴുതിയത്. അല്ലേ? അതെ. ഓക്കെ. അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ പാടിയതൊക്കെ ആ സമയത്ത്. ഓക്കെ. ഇനി ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവോഷണൽ സോങ് അതെ. ഞാൻ അതിലേക്ക് വരും. കാരണം ഇഷാൻ ദേവ് എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യൻ്റെ ഓക്കെ കവർ സോങ് പാടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിലിമിൽ മ്യൂസിക് അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഡിവോഷണൽ സോങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ചില ആൾക്കാരുടെ ഡിവോഷണൽ സോങ് ഇല്ലേ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഡിവൈൻ ഫീൽ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരാളാണ് ഇഷാൻ ദേവ്. ഞാൻ വെറുതെ പറയുന്നതല്ല. താങ്ക് യു. ഒരു 2-3 ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ MG ശ്രീകുമാർ സാറ്, അദ്ദേഹം ഡിവോഷണൽ സോങ് പാടുമ്പോൾ ഒരു ഫീൽ അതെ, ഫീൽ വേറെയാണ്. വരും. അതെ. അതുപോലെ തന്നെയാണ് നമ്മുടെ, എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളാണ് ജോബ് കുര്യൻ. ജോബ് കുര്യൻ. അപ്പം അതെ. ചേട്ടൻ്റെ ഈ ഡിവോഷണൽ സോങ് കൂടെ, അതുപോലെ ഇഷാൻ ചേട്ടൻ്റെ ഒരു ഡിവോഷണൽ സോങ് കേൾക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ അമ്മച്ചിക്ക് 75 വയസ്സുണ്ട്. ഓക്കെ. അമ്മച്ചി അതായത് ഒരു ടൈമിൽ ഈ നമ്മുടെ വീട്ടിലറിയാം, ഇപ്പം ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴും പ്രത്യേകിച്ച് ഞായറാഴ്ച വീടുകളിൽ ഈ ഡിവോഷണൽ സോങ് ഇങ്ങനെ ഭയങ്കര സ്പീക്കറിലൊക്കെ കേൾക്കുന്ന. അപ്പം അങ്ങനെ ഒരു ദിവസം എൻ്റെ അനിയൻ ഇത് ഇട്ട് കൊടുത്തു. അപ്പം എനിക്ക് അങ്ങനെ അറിയില്ല ആ സമയത്ത്. അപ്പം ഇട്ട് കൊടുത്തപ്പോൾ ഇത് ആരുടെയാ പാട്ടെന്ന് വെച്ചപ്പോഴാണ് എൻ്റെ അനിയനാണ് ഫസ്റ്റ് എനിക്ക് ഇഷാൻ ദേവ് എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യനെ പറ്റി, ഇങ്ങനെ ഒരാളാണ് ഇത് പാടിയെന്ന് പറയുന്നത്. ഏത് പാട്ടാണെന്ന് അറിയാമോ? എൻ്റെ ദൈവം സ്വർഗ സിംഹാസനത്തിൽ. അത് ആക്ച്വലി എൻ്റെ അമ്മച്ചി കൊച്ചുഞ്ഞുപദേശി അദ്ദേഹത്തിൻ്റെ അതെ. പാട്ടുകൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അത് അമ്മച്ചി ഭയങ്കരമായിട്ട് അത് ഫീൽ ഉൾക്കൊണ്ട് മനസ്സിലായി. കേൾക്കുന്നത് തോന്നി. അപ്പം എനിക്ക് തോന്നി ഡിവോഷണൽ സോങ്ങിന് ഇപ്പം റീസെൻ്റ്ലി വേറൊരു പാട്ട് ഇറങ്ങിയില്ലായിരുന്നു, എനിക്ക് വരികൾ ഓർമ്മയില്ല. ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പാട്ട് പാടിയില്ലേ, മനസ്സിലായി. അതെ. അപ്പൊ ഈ ഡിവോഷണൽ സോങ്ങിനൊക്കെ ഉള്ള ഒരു എങ്ങനെയായിരുന്നു? ഡിവോഷണൽ സോങ് ആക്ച്വലി ഞാൻ പാടാൻ തീരുമാനം എടുത്തത് ഇത് പല പള്ളി പരിപാടികളിലൊക്കെ ഞാൻ പോയിട്ട് കുറേ ആ ആ സംസാരം. ഞാൻ ബേസിക്കലി ഒരു കഠിനമായിട്ടുള്ള വിശ്വാസിയൊന്നുമല്ല. അപ്പം ഞാൻ പണ്ട് എൻ്റെ സുരേഷ് പാട്ടുപെട്ടി എന്നുള്ള ചേട്ടനുണ്ട്, നമ്മുടെ ചെങ്ങന്നൂർ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, രമേശ്. അവൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് അത്യാവശ്യമുള്ള പാട്ടുകളൊക്കെ പാടിയിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോൾ എനിക്ക് അത്യാവശ്യം കാശ് കിട്ടും. ഏതാ ഡിവോഷണൽ പാടുമ്പോൾ അന്ന് നമ്മൾ അങ്ങനെ ഒന്നും ഇത് ചിന്തിക്കുന്നില്ല, നമുക്ക് ഉള്ള പാട്ടുകളാണ്, അല്ലെങ്കിൽ ഇത് ഈ പാട്ട് ഇത്ര ഫീൽ ഉണ്ടെന്ന് ആലോചിക്കുന്നില്ല. പൈസ കിട്ടുന്ന ഒരു ഏർപ്പാട് അത്രേ ഉള്ളൂ. പാടി അങ്ങനെ കുറേ പാട്ട് ഞാൻ പാടി 10, 15, 20 പാട്ടോളം ആയി ആ സമയത്ത്. ഇപ്പം ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ഡിവോഷനിലൊരു മിനിമം ഒരു 500 പാട്ടിനകത്ത് പാടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര വർഷങ്ങളുണ്ട്, 2003, 5 തൊട്ട് ഇത് 20 വർഷത്തിനകത്ത് 500 പാട്ടിൽ കൂടുതൽ പാടിയിട്ടുണ്ട്. അപ്പം ആ പാട്ട് പാടിയിട്ട് ഞാൻ തിരിച്ചു വരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഇതുപോലെ ഒരു യാത്ര കഴിഞ്ഞ് തമ്പാനൂർ വന്ന് ഇറങ്ങിയിട്ട് നിൽക്കുമ്പോൾ എനിക്കൊരു കോൾ വരുന്നു. ഒരാൾ വിളിക്കുന്നു. ഹായ്, ഷാനാണോ? അന്ന് ഷാൻ എന്നാണ് പേര്. അപ്പം പറഞ്ഞാൽ അത് ഷാനാണ്, ഞാൻ താങ്കളുടെ ഒരു ആരാധകനാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചിത്താമണി കൊലക്കേസ് കണ്ട ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ടൈഗർ കണ്ട. അന്ന് ഞാൻ മറ്റേ ടി വിയിലൊക്കെ വന്നു തുടങ്ങിയ ടി വിയിൽ ആങ്കർ ആയിരുന്നു ആ സമയത്ത്, ഏഷ്യാനെറ്റ് പ്ലസ്സിൽ. അതായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പാട്ടുകൾ ഇങ്ങനെയുള്ള കേൾക്കുന്ന. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ക്രിസ്ത്യൻ ഡിവോഷണൽ ഫയലാണ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ക്രിസ്ത്യൻ ഡിവോഷണൽ പാടുന്നുണ്ടല്ലോ, ഞാനും ആലോചിക്കുക. അപ്പം ഞാൻ പറഞ്ഞു താങ്ക് യു ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഒരു സെലിബ്രിറ്റി ഒരാൾ വിളിക്കുന്ന ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ പെട്ടെന്ന് പറഞ്ഞ്, ഞാനിപ്പോൾ ബെഡ് റിഡനാണ്, എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഞാൻ നിങ്ങളുടെ പാട്ട് വെച്ചിട്ടാണ് കിടക്കുന്നത്, എനിക്ക് നിങ്ങളുടെ പാട്ടുകളാണ് ആശ്വാസം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കരച്ചിലങ്ങ് കരഞ്ഞു. ഞാൻ തൃശങ്ക് സ്വർഗം എന്ന് പറഞ്ഞ സ്ഥലം കണ്ടെന്നുള്ളതാണ് അന്ന്. അപ്പം നമ്മളുടെ ഒരു പാട്ട് ഒരാളിൽ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഇത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പം ഞാനൊരു തീരുമാനം എടുത്തു, ഇതിനെ അത്രയും ഈസിനെസ് ആയിട്ട് കാണാൻ പാടില്ല. ഒരാളുടെ ഹൃദയത്തിൽ അത് ഒരു വിശ്വാസിയുടെ, അല്ലെങ്കിൽ അതുകൊണ്ട് സമാധാനം കണ്ടെത്തുന്ന ഒരാളുടെ മനസ്സിൽ അത് എത്രത്തോളം, ഇപ്പം അമ്മച്ചിയുടെ കാര്യം പറഞ്ഞല്ലോ, അത് അവരുടെ ഭക്തിയിലാണ് അത് കൊള്ളുന്നതെന്ന് എനിക്കറിയാം. സോ ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് ചെയ്യണം, പാടണം എന്നുള്ള തീരുമാനത്തിലാണ് എത്രയധികം പാട്ടുകൾ പിൽക്കാലത്ത് പാടാനും എനിക്ക് അത് അത്രയും ഫീലോട് കൂടി എന്നെ ഉൾക്കൊള്ളാനൊക്കെ പറ്റും. പക്ഷെ ഇത് ഒരു ഇൻസിഡൻറ്റ് മാത്രമല്ല,
ഒരുപാട് ഇൻസിഡൻറ്റുകൾ എൻ്റെ ലൈഫിൽ അമ്മച്ചി ഒരു കാര്യം പറഞ്ഞ പോലെ അല്ല ഇത് ഞാൻ ഒരുപാട് പറയാല്ലേ, നിന്നിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി ഈ ഡിവോഴ്സ് സോങ് ഒക്കെ കേട്ടിട്ട് ഇരുന്ന് കരയുന്ന കാണുമ്പോൾ ഞങ്ങൾ ചോദിക്കും എന്തിനാ അമ്മച്ചി കരയുന്നത്. അതായത് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് പാട്ട് ആസ്വദിക്കുന്ന ഉം. ഒരാളാണ്, അത്യാവശ്യം പാടുകയും മനസ്സിലായി. ചെയ്യും. അതിപ്പോൾ ചില പാട്ടുകളിലേക്ക് ഇരുന്ന് കാര്യം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല ഡിവോഷണൽ സോങ് ഉണ്ടല്ലേ, ഉം. അതൊരു പ്രത്യേക ഫീലാണ്. അതെ അതിപ്പം അതെ അതെ നമ്മുടെ മധുചേട്ടൻ അമ്മേ അമ്മേ അതെ എന്നുള്ളൊരു അതെ പാട്ടില്ല, ഉം. അതൊക്കെ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ പറയും നമ്മൾ മലയാളികളുടെ ഏറ്റവും ഒരു ബ്ലെസ്സിങ് എന്ന് പറയും. ഇപ്പം നമ്മൾ രാവിലെ എണീക്കുന്ന പറഞ്ഞാൽ കേൾക്കുന്ന അമ്പലത്തിന്റെ ആ ഒരു കേൾക്കണ ആ ഉം. ഒരു മണിനാദവും അമ്പലത്തിന്റെ ആ അതെ അതെ ഒരു അതെ കീർത്തനങ്ങളും അല്ലെങ്കിൽ ബാങ്ക് നമ്മൾ വിളിക്കുന്നതിന്റെ ആ അതെ ഒരു ഇതും നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് മലയാളികൾ നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് മ്യൂസിക്കിന്റെ അല്ലേ, അതെ ഇപ്പം മ്യൂസിക് അമ്പലത്തിന്റെ എടുത്ത് നോക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ആ ഒരു മ്യൂസിക് മ്യൂസിക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റഡ് നമ്മളായിട്ടല്ലേ ചെയ്യാറുണ്ട്. മ്യൂസിക് ആണ് ആക്ച്വലി. ഞാൻ ഈ ഇടയ്ക്ക് ഉം. ആരോ പറഞ്ഞപ്പം സ്വാമി സംഗീതമാലപിക്കും അല്ലെങ്കിൽ മറ്റേ രാധതൻ ശബരിമലയില് പ്രേമത്തോടാണോ ഉം. കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ എന്നൊക്കെ പറഞ്ഞ പാട്ട് അതെ, ആക്ച്വലി കൃഷ്ണ നമ്മൾ നീ അതെ അതെ നമ്മൾ ഈ വേഗ. പാട്ടൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉം. ഒരു സങ്കല്പം പക്ഷെ ഞാനിപ്പോ പൂർണ്ണമാക്കുന്ന ആറ് മുന്നിരുന്ന രണ്ടു അത് കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. ആ സങ്കല്പത്തെ നമ്മൾ ഉം. പൂർണ്ണമാക്കുന്ന തീർച്ചയായിട്ടും പാട്ടുകളാണ് നമ്മുടെ തീർച്ചയായിട്ടും. തലമുറയിൽ കിട്ടുക. ഇപ്പം ഇസ്രായേൽ നാഥനോ ഉം. അല്ലെങ്കിൽ കണ്ണിൽ മുങ്ങി എന്ന് പറഞ്ഞ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ എന്നുള്ള പാട്ട് പാടുമ്പോഴൊക്കെ ഇത് അങ്ങ് ഈ മ്യൂസിക് ആ ദൈവത്തിനെ കാണിക്കുന്ന ഒരു ഫീല് ഓ നമുക്ക് തീർച്ചയായിട്ടും. കിട്ടാറുണ്ട്. അതൊരു ഒരു വലിയ ഫാക്ടറായിട്ട് ഞാൻ ഈ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഉം. മ്യൂസിക് കൊണ്ട് ദൈവത്തിനെ കാണാൻ പറ്റും. ഓ തീർച്ചയായിട്ടും. കാണാൻ പറ്റും. പക്ഷെ സ്പിരിച്വലി എങ്ങനെയാ? സ്പിരിച്വലി ആണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സ്പിരിച്വാലിറ്റി എൻ്റെ മ്യൂസിക്കാണ്. ഉം. ആ മ്യൂസിക്കുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്ന ആൾക്കാർ എന്തു പറയാൻ വിശ്വാസികളെ ഞാൻ കണക്ട് ചെയ്യും. ഉം. സാധാരണ ഇമോഷനുള്ള ആൾക്കാരെ കണക്ട് ചെയ്യും. ആ, മ്യൂസിക് ആസ്വാദകരെ കണക്ട് ചെയ്യും എന്നുള്ളതാണ്. ആ സ്പിരിച്വാലിറ്റി അത്തരത്തിലാണ് എന്നിൽ ഉറക്കുകയാണ്. ഉം. ഞാനൊരു ആം, വിശ്വാസവും ദൈവവും നമ്മളിൽ എന്തിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നന്മകൾക്ക് വേണ്ടിയിട്ടാണ്. ഉം. നമ്മൾ നന്നായിട്ട് പെരുമാറുക, നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ഒരു ആശയത്തിലാണ് എൻ്റെ ജീവിതം പോണം. അപ്പോൾ ആ സ്പിരിച്വൽ വേ എന്ന് പറയുന്നത് എൻ്റെ മ്യൂസിക് എനിക്ക് തന്ന കുറേ ഫിലോസഫികളും തിയറികളും ഉണ്ട്. സമൂഹത്തെ കാണുന്ന രീതി. ഇപ്പം നമ്മളൊരു പാട്ട് ഇടുമ്പം നമുക്കൊരു 50 ലൈക്ക് വന്നത് 50 പേരും ഡിഫറൻറ്റ് മതത്തിലും ജാതിയിലുള്ളവരായിരിക്കും. ഇതര ഫിനാൻഷ്യൽ ക്രൈസിസിലോ ഉം. അല്ലെങ്കിൽ പണവും ഈ പറഞ്ഞ കറുപ്പോ വെളുപ്പോ അല്ലെങ്കിൽ വാട്ടെവർ ജാതികൾ 1000 ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ 50 ലക്ഷം പേരുണ്ടെങ്കിൽ 50 ലക്ഷം പേരും 50 ലക്ഷം ആളുകൾ എന്നുള്ള കൺസെപ്റ്റാണ് എനിക്ക്. 50 ലക്ഷം പേര് എന്നെപ്പോലുള്ള 50 ലക്ഷം പേര് ഇഷാനെ പോലെയുള്ള 50 ലക്ഷം പേരാണ് എനിക്ക്. അപ്പം ഞാൻ എന്നെപ്പോലെ തന്നെയാണ് അവരെയും കാണുന്നത്. അതാണ് എൻ്റെ ഒരു സ്പിരിച്വാലിറ്റി. അടിപൊളി. ഐ ലുക്ക് ലൈക്ക് മൈസെൽഫ് എല്ലാവരെയും. അതെൻ്റെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഉം. അതാണ് എൻ്റെ സ്പിരിച്വാലിറ്റി. അപ്പുറത്തൊരാൾ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സ്ഥലത്തിൻ്റെ പേരാണല്ലോ ജീവൻ. വിൽസീം എന്നെപ്പോലെ ഒരാളാണ്. എന്നെപ്പോലെ വികാരവും വിചാരവും നന്മകളും എല്ലാം ഉള്ള ആളാണെന്ന സങ്കല്പത്തിലാണ് എൻ്റെ ഇത്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഒരു വിശ്വാസപരമായിട്ടോ ജാതിപരമായിട്ടോ മതപരമായിട്ടൊന്നും എനിക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ 50 ലക്ഷം പേരും എന്നിലേക്ക് വരുന്നത് ഒരു മീഡിയത്തിലൂടെയാണ്, മ്യൂസിക്. അതേ മീഡിയത്തിലൂടെ ഞാൻ തിരിച്ച് 50 ലക്ഷം പേരെയും കാണും. ആണ് എൻ്റെ സ്പിരിച്വാലിറ്റി. ഓ അടിപൊളി. അപ്പോൾ ഇപ്പോൾ മ്യൂസിക് ജേർണി പറഞ്ഞു. ഇപ്പം നമ്മൾ കവർ സോങ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ പാടി നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു പാട്ടാണ് കനകമുന്തിരികൾ. അതിൽ അവനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ സിനിമയുടെ ഒരു ആ സിനിമയും അങ്ങനത്തെ ഒരു സിനിമയാണ്. അത് ആ ഒരു പാട്ടുണ്ടാക്കിയ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ആ പാട്ട് ഞാൻ അതിൻ്റെ താഴെ ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഉം. അത് എൻ്റെ അമ്മയ്ക്ക് എത്ര ഇഷ്ടമുള്ള പാട്ടായിരുന്നു, ഞാൻ ഉം. അമ്മയ്ക്ക് പാടി കൊടുക്കുന്ന പാട്ടായിരുന്നു. സോ ആ പാട്ട് പാടുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലായി പറഞ്ഞ പോലെ ഒരു ഫീല് കിട്ടും നമുക്കപ്പോൾ. ഉറപ്പായിട്ട് അതിൻ്റെ ഉം. ഇമോഷൻ അതിനകത്ത് വരണമല്ലോ. നമ്മളിപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ഒരു ഫ്രണ്ട് നഷ്ടപ്പെട്ടു, ഞാൻ ബാലഭാസ്കറിനെ കുറിച്ച് പറയുമ്പോൾ എന്നിലുള്ള ഒരു സങ്കടം നിങ്ങൾക്ക് കണക്റ്റ് ആയാലേ നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടാവണം. അതുപോലെ എന്തെങ്കിലേ തീർച്ചയായിട്ടും. കണക്റ്റ് ആക്കാൻ പറ്റൂ. അതർവൈസ് നേരത്തെ പറഞ്ഞല്ലേ അത് അമ്മയെന്ന് പറഞ്ഞൊരു സങ്കല്പത്തിൻ്റെ എന്താ പറയാൻ, അത് നമുക്കൊരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലല്ല. അതുകൊണ്ട് അമ്മയെ ഓർത്ത് പാടുന്നൊരു പാട്ടിനകത്ത് ആ ഫീല് വരണം എന്നുള്ളതല്ലേ. ഓക്കെ, അമ്മയുള്ള സമയത്ത് ഇഷാൻ ബ്രോ മ്യൂസിക് ചൂസ് ചെയ്തൊരു സമയമായിരുന്നോ, അതോ മ്യൂസിക് ആയിരിക്കും ഇനിയൊരു കരിയർ എന്ന്? സത്യസന്ധമായ കാര്യം പറയാം. ഉം. എൻ്റെ അമ്മ ഞാൻ റേഡിയോ പാടുന്നതോ എൻ്റെ അമ്മ ഞാൻ ടി വി പാടുന്നതോ ഒരു വലിയ വേദി പാടുന്നതോ കണ്ടിട്ടില്ല. ഉം. അതാണ് സത്യം. അപ്പം അത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു പെയിനാണ്. അപ്പം അതിപ്പോൾ ഉം. പറഞ്ഞ ഭയങ്കര ഇമോഷണലാവും നമ്മൾ. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് ഇപ്പം എന്തൊക്കെ നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്താലും
അതൊന്നും എൻ്റെ അമ്മയ്ക്ക് കാണാനുള്ള യോഗമില്ല. ഒരു നല്ലൊരു എൻ്റെ ഒരു പാട്ട് കേൾക്കാനോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എത്ര ആൾക്കാരുടെ സ്നേഹം നമുക്ക് കിട്ടുന്നു. പക്ഷേ ഒരിക്കലും ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്ന നല്ലൊരു ഡ്രസ്സ് ഇടുന്നതൊന്നും അവർ കണ്ടിട്ടില്ല. പക്ഷെ ആ ആ, സമയത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പക്ഷെ പാട്ട് പാടുകയൊക്കെ ചെയ്യില്ലായിരുന്നു. അപ്പൊ ഞാൻ 1-ാം ക്ലാസ് തൊട്ട് പാട്ട് തന്നെയാണ് സ്കൂളിൽ. ഉം, പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞു നമ്മളൊരു റേഡിയോയിലോ അല്ലെങ്കിൽ ടി വിയിലൊക്കെ പാടുന്നതാണല്ലോ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടൊരു നമ്മളെ പാരൻസോ അല്ലേ നമ്മളിപ്പോൾ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ആസ്വദിക്കുന്നതും അതിൻ്റെ ഏറ്റവും ആ, പരമോന്നത സ്ഥാനത്തോട്ട് തന്നെ കൊണ്ടുപോയി ആ എൻജോയ് ചെയ്യണത് നമ്മുടെ പാരൻസ് ആയിരിക്കും. വേറെ ആർക്കും കിട്ടൂല ആ ഫീൽ. അത്രയും ഉൾക്കൊള്ളുന്ന സുഹൃത്തുക്കൾക്ക് പറ്റുമായിരിക്കും നമ്മുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. വേറെ ആർക്കും പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഉം. പക്ഷെ അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി പറ്റാത്തൊരാളാണ് എൻ്റെ അമ്മ. സോ എനിക്കൊരു ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം ചില കാര്യങ്ങൾ ഇഗ്നോർ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ഈ അമ്മയുടെ ഒരു തോട്ട് വരുമ്പോൾ അത് എപ്പോഴും ഇങ്ങനെ കിടക്കും ഒരു മനസ്സിൽ. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, എനിക്കൊരു മുട്ടായി പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നൊരു ഭയങ്കര എന്താ പറയുക, നമുക്കിങ്ങനെ ഉം. അതൊരു വല്ലാത്തൊരു ഫീലിങ്സ് ആണത്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഉം. അതാണ്. ഓക്കെ. ആ പാട്ട് രണ്ടുപേരും പാടുവോ? കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു ചിറകുമായി വരിക ശലഭമേ, സൂര്യനെ ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപൂട്ടവേ, വേനൽ കൊള്ളും നെറുകിൽ മെല്ലെ നീ തൊട്ടു. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു ചിറകുമായി വരിക ശലഭമേ. ഓഹ്. ഭയങ്കര ഒരു ഫീൽ ചെയ്യുന്ന അതാണ് ഞാൻ പറഞ്ഞത്. കാരണം അതെ. ഈ പാട്ടുകൾ പാടുന്ന സമയത്തില്ലേ നമ്മളിപ്പം ഏഷ്യാൻ പ്രോ പാടുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് ഉം. നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നല്ല എന്തോ ഒരു ഉം. ഒരു ഇമോഷണൽ അതെ, സാധനം കണക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായി. അപ്പോൾ അടിപൊളി. താങ്ക് യു. അപ്പോൾ ഇങ്ങനെ കവർ സോങ് ഒക്കെ പാടില്ല അത് എനിക്കില്ല ശരിക്കും ലൈവായിട്ട് കേൾക്കാൻ പറ്റിയതിൽ താങ്ക് യു. ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഒരുപാട് കവർ സോങ് ഇപ്പോൾ ഒരുപാട് കവർ സോങ്ങുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസീഷ്യൻ ഇളയരാജ സാറാണല്ലോ. അപ്പോൾ ഇളയരാജ. ഇളയരാജ സാറിൻ്റെ പാടിയതിൽ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് എൻ്റെ ഒരു പാട്ട് ഹിറ്റാവുന്നത്, കവർ സോങ് പാടി ഹിറ്റാവുന്നത് താരാപഥമാണ്. ആ താരാവ് കറക്റ്റ്. നവമേഘം. ആ പാട്ട് മ്യൂസിക് മോജോയിൽ ചെയ്തതിന് ശേഷമാണ് ആൾക്കാരെന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. ഉം. അപ്പോൾ അത് ഇളയരാജയുടെ പാട്ടാണ്. ഈ സുന്ദരി കണ്ണാലൊരു സേതിയും കൂടെ ഓ. ചേർത്തുള്ളൊരു പാട്ടാണ് അതാണ് ഉള്ളതിൽ ഏറ്റവും വലിയ, ആ സമയത്ത് ഏറ്റവും വലിയ വ്യൂസും അല്ല ആൾക്കാരുടെ ഇടയ്ക്ക് ചർച്ച ചെയ്യപ്പെട്ട പാട്ടാണ്. അപ്പോൾ അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ കവർ സോങ്സ് പാടാനൊരു ട്രിക്ക് കിട്ടി. കൊള്ളാമല്ലോ പരിപാടി എന്നുള്ളത്. ഉം. ആൾക്കാരോട്ട് കണക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ. നേരത്തെ പറഞ്ഞു വിൽസി പറഞ്ഞ പോലെ കാതിൽ തെന്മഴ പാടുമ്പോൾ ഓൾറെഡി അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഓൾറെഡി മനസ്സിലുണ്ട് ഒരാളുടെ എല്ലാവരുടെയും. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ആസ് എ മ്യൂസിഷ്യൻ. അപ്പോൾ അതെനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ചില പാട്ടുകളിൽ കണക്ട് ചെയ്യാനും. നീ കാണുമോ അതിനൊക്കെ എക്സാമ്പിൾ ഉള്ള പാട്ടാണ്. നീ കാണുമോ, ഈ ഉദയാർദ്ര കിരണങ്ങൾ, ഉം. ഈ പറഞ്ഞ പോലെ വെണ്ണിലവേ, അതിനൊക്കെ കറക്റ്റായിട്ട് ഒരു ഇമോഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ചിലയിടത്ത് അത് കണക്റ്റ് ആവും എന്നുള്ളതാണ്. കണക്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞ 3 കോടി പേരിൽ കണക്റ്റ് ആവും. ആ 3 കോടി വ്യൂസൊക്കെ വെറുതെ വരില്ലല്ലോ. അപ്പോൾ ഉറപ്പായിട്ട് അതൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് തരും, വീണ്ടും പാടാനുള്ളൊരു പ്രചോദനം തരും. ഉം. വീണ്ടും നമ്മൾ നല്ല നല്ല പാട്ടുകൾ എടുക്കാനും പാടാനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ഇപ്പൊ സോങ് സെലക്ട് ചെയ്യുമ്പോൾ കവർ സോങ്സ് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് എന്നെ ഓഫ് ഫീൽ എന്നെ ഗുഡ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്നെ ഒരു ടച്ച് ടൈപ്പ്. ചെയ്യുന്ന പാട്ട് മാത്രമേ ഞാൻ പാടാറുള്ളൂ. പക്ഷെ അത് നമ്മളെയും ടച്ച് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ ചോദിക്കണം അതാണ്, എന്നെ അങ്ങനത്തെ ടച്ച് പാട്ട്. ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ടച്ച് ചെയ്യില്ല. അതാണ് അതിൻ്റെ ഒരു അത് നമുക്ക് ഇമോഷണലി കണക്റ്റ് ആകുമ്പോൾ ആ ഇമോഷൻ എനിക്ക് പാടിയെടുക്കാൻ പറ്റും. അല്ലാതെ ഒരുപാട് വ്യൂസ് ഉള്ളൊരു പാട്ട് ഞാൻ പാടാറില്ല. ഉം. അതൊരു അല്ല അഹങ്കാരമായിട്ടല്ല. അത് പ്രൊഫൈൽ കാണുമ്പോൾ ഇപ്പം നമ്മളിപ്പം ഒരുപാട് ആൾക്കാരെ കവർ സോങ്സ് കാണുന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് പാറ്റേണിലായിരിക്കും. ഇപ്പം ഒന്നുകിൽ നല്ല ഫാസ്റ്റ് സോങ് ആയിരിക്കാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള സോങ്സ് ആയിരിക്കും ഒരാളുടെ പ്രൊഫൈൽ നോക്കി കാണുക. പക്ഷേ ഇഷാൻ ദേവിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു ഞാൻ ഈ പറയണ പോലെ വളരെ നമ്മളിൽ ഒരാളായിട്ട് ഭയങ്കര ടച്ച് ചെയ്യുന്ന ഒരു ആര് കേട്ട് കഴിഞ്ഞാലും ആ ഒരു ഫീലില്ലേ, ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഫീല് നമ്മൾക്ക് കേൾക്കുന്ന ആൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാനും എന്നെ ടച്ച്, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരിക്കലും ഒരു 100 മില്യൺ ഒരു പാട്ടെടുത്ത് പാടിയോ ഉറപ്പായിട്ട് കേൾക്കാൻ ആൾ വരും. ഉം. പക്ഷെ അങ്ങനെ ഒരു പാട്ട് എടുക്കാതെ ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അത് ഞാനൊന്ന് ട്രൈ ചെയ്തല്ലോ. ചില പാട്ടൊക്കെ പാടിയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യും. ഉം. കണക്റ്റ് ആവാത്തതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. അങ്ങനെ പാട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ പാട്ടുകൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ കാതിൽ തേൻമഴ ആ പാട്ടൊന്ന് പാടുമോ?
നമ്മൾ പാടി നേരത്തെ. കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ, മധുരമായി പാടും മണിശങ്കുക്കളായി, കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ. അടിപൊളി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പോഡ്കാസ്റ്റിൽ ഇപ്പം ഒരു മോർ ദാൻ 1 hour ആയി. ഒരു സത്യം പറയില്ല, നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പാട്ടും കൂടി ഇങ്ങനെ കയറി വരുമ്പം നമ്മൾ വേറെ ഒരു ലോകത്ത് പോയിട്ട് തിരിച്ചു വന്ന ആ ഒരു താങ്ക് യു. സീരിയസ്ലി ഇപ്പം നമ്മൾ കേൾക്കുന്ന പോലെ അല്ല. ഒരു ഇത്രയും വലിയൊരു മ്യൂസീഷ്യൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ സംസാരിക്കുമ്പം നേരിട്ട് പാട്ട് കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ഫീല് ദാറ്റ് ഈസ് താങ്ക് യു. സംതിങ് ഡിഫറെൻറ്റ്. അത്രേ എനിക്ക് താങ്ക് യു പറയാനുള്ളൂ. സോ മച്ച്. അപ്പോൾ ഇനിയും പറയൂ, ഇപ്പം ഫാമിലിനെ പറ്റി പറയൂ. കാരണം ഫാമിലി ഫാമിലിൻ്റെ ഒരു സപ്പോർട്ട്, സപ്പോർട്ടുണ്ട്. വൈഫ്. വൈഫ്, 2 പിള്ളേർ. ട്രിവാൻഡ്രം സെറ്റിലാണ് ഞാനിപ്പോൾ. ഞങ്ങൾ ചെന്നൈയിലായിരുന്നു, ഇപ്പം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണ്. അപ്പം ഞങ്ങൾ സന്തുഷ്ട കുടുംബമായി. എൻ്റെ വീടിൻ്റെ പേര് താരാപഥം എന്നാണ് കേട്ടോ. അതെയാ? ആ, ഈ ഒരു പാട്ടിന് ശേഷം. ആ പാട്ടിന് ശേഷമാണ്. ഞാൻ കുറച്ച് നാളായിട്ടുള്ളൂ വീട് വാങ്ങിച്ചിട്ട്. അപ്പോൾ ആ ഓക്കെ. വീടിന് എൻ്റെ മോളിട്ട പേര് താരാപഥം. അച്ഛൻ്റെ പാട്ടല്ലേ, അപ്പോൾ അച്ഛൻ്റെ പാട്ടിട്ടോ. ഓ, അത് ശരി. അങ്ങനെ. അപ്പൊ ഫാമിലിയുടെ ഒരു വൈഫ് പാടുവോ അതോ? ഇല്ലില്ല, വൈഫ് പാടില്ല, ഉം, എൻ്റെ പാട്ട് കേൾക്കും. ഉം, മോള് പാടും, നന്നായിട്ട് പാടും. മോനും ഹൃദയത്തിലൊക്കെ ഇതുണ്ട്. അങ്ങനെ ഒരു പരിപാടിയിലോട്ട് ആയിട്ടില്ല. പ്രൊഫഷണലായിട്ടൊന്നും പഠിച്ചു തുടങ്ങി അവരെല്ലാവരും. ഉം, അത്രേ ഉം, ഉള്ളൂ. ഉം. ഓക്കെ. ഇനി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ദുബായിൽ വന്നു, ഉം. അപ്പം മ്യൂസിക് അതായത് റിലീസ് ആവാൻ വേണ്ടിയിട്ട് ഉം. പോവാണ്. സോ ഇഷാൻ ദേവ് എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യനെ നെക്സ്റ്റ് 10 ഇയറിൽ എവിടെ കാണണം, അല്ലെങ്കിൽ ഒരു ഡ്രീം എന്താണ്, എവിടെ എവിടെ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ദുബായിൽ കുറച്ച് കൂടുതൽ സമയം കാണും. വിൽസ് അങ്ങനെയല്ല കാണും. തമാശ. അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഉറപ്പായിട്ടും ദുബായ് എന്ന് പറഞ്ഞൊരു കൺട്രിക്കകത്ത് എൻ്റെ കുറച്ചും കൂടെ സമയം കൂടുതൽ ഉണ്ടാവും. ഉം, അത് ഞാൻ ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല. കുറച്ച് മ്യൂസിക്കലായിട്ടുള്ള കുറച്ച് എൻ്റെ ഐഡിയാസ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. ഉം. ഒരു മ്യൂസിക് സ്കൂളായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ആ, കുറേ മ്യൂസിക് ബിസിനസ് കുറേ പ്ലാനുകളുണ്ട്. അതൊക്കെ ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ പ്ലാനിങ്ങിലാണ്. അതും കൂടെ ചേർത്താണ് ഇപ്പോൾ ഉള്ള വരവെല്ലാം. മ്യൂസിക് സ്കൂൾ ഉറപ്പായിട്ടും 10 വർഷത്തിന് കാണാൻ പറ്റും. കുറച്ച് കൂടുതൽ സമയം എവിടെ കാണാൻ പറ്റും? ദുബായ് ദുബായിൽ കാണാൻ കാണാൻ പറ്റും. വേണ്ടി പറ്റും. ഒരു മ്യൂസിക് സ്കൂളൊക്കെ ആയിട്ട് നമുക്ക് ഇപ്പം പാട്ട് പഠിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ വിളിച്ച് എൻ്റെ മ്യൂസിക് സ്കൂളിലോട്ട് ഞാൻ ആദ്യം സ്റ്റുഡൻ്റ് എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. Oh my God. അതാണ്. എൻ്റെ പോഡ്കാസ്റ്റ് എല്ലാവരും കേട്ടിരിക്കുകയാണ് കേട്ടോ. അതെ, അതെ, എനിക്ക് പറയുന്ന പോലെ ഞാൻ അതെ. വളരെ പാട്ട് ആസ്വദിക്കുന്ന, പാട്ടിനേക്കാൾ ഉപരി പറഞ്ഞ പോലെ. നമുക്ക് പാഷനായിട്ടുള്ള സിംഗേഴ്സിനെയും സ്റ്റുഡൻസിനെയാണ് വേണ്ടത്. അത്രേ ഉള്ളൂ. ഉം, ഞാനും പണ്ട് ഇങ്ങനെ പാഷനോട് ഇപ്പോഴും സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഉം, വിൽസിക്ക് പാടണം, അല്ലെങ്കിൽ വിൽസിക്ക് ഒരു പാട്ട് പാടി റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ വിൽസിക്ക് ഒരു പാട്ട് പാടി പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വിൽസിക്ക് ഒരു പാട്ട് പാടി പോസ്റ്റ് ചെയ്ത് അത് യൂട്യൂബിലിട്ട് അത് വിറ്റ് അല്ലെങ്കിൽ പിന്നെ സ്പോട്ടിഫൈയിൽ കൊണ്ടുവരണം. ഇതൊക്കെ പറയണമെങ്കിൽ അത് പഠിക്കണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും. അങ്ങനത്തെ ഒരു സ്കൂളാണ് എൻ്റെത്. അപ്പം എല്ലാം തീർച്ചയായിട്ടും ഫസ്റ്റ് പഠിപ്പിക്കുന്നത്. സ്റ്റുഡൻറ്റ് ഞാനായിരിക്കും. അല്ല, വേറൊരു കാര്യം അറിയോ, ഞാൻ ഇത് എത്രത്തോളം കണക്ട് ആവുമെന്ന് ഉം, അറിയില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് വരെ ഉം. എൻ്റെ സ്കൂളിലെ സിംഗർ ഞാനായിരുന്നു. ആഹാ, അടിപൊളി. പക്ഷെ അത് കഴിഞ്ഞിട്ട് കേൾക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞതിന് ശേഷമേ പിന്നെ ഞാൻ ബാക്കിലേക്ക് ആവുന്നു. പാടുന്നിടത്തൊക്കെ തോറ്റു പോകുന്നു. ആ, പിന്നെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ആ 7ാം ക്ലാസ് വരെ വേറെ ആരും ഇവിടെ പാടുന്നവരില്ലായിരുന്നു. അത് പറ. അപ്പോൾ ഞാൻ വേറെന്തോ കാര്യം എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ പറ്റി. പറ്റുക. ചേട്ടാ, അപ്പം എനിക്കൊരു ഓപ്പറേഷൻ അതിനുശേഷം കഴിഞ്ഞു. അയ്യോ സീരിയസ് ആയിട്ടാ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അതിനുശേഷം ഞാൻ റിയലൈസ് ചെയ്തു, മൈ ഗോഡ്, ഇപ്പം ഞാനൊരു സിംഗർ ആയിരുന്നില്ല. ഓ പിന്നെ മൈ ഗോഡ്, CADs. അപ്പം ഈ നമ്മുടെ പള്ളിയുടെ കൊയറിലൊക്കെ ഇല്ലേ, ആ, അപ്പം ഞാൻ പോയിട്ട് ഞാൻ ആദ്യം നോക്കുന്നത് ഇവിടെ പാടാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അപ്പം ഞാൻ വഴിക്കൂടെ പോയില്ല. ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കയറി പാട്ട് പാടും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ട് ഒരുപാട് എൻജോയ് ചെയ്യുന്ന, എനിക്ക് അല്ല, എൻജോയ് ചെയ്യുന്നതും ആണ് ഞാൻ പറഞ്ഞത്. അതുപോലെ എനിക്ക് തന്നെ പാട്ട്. വയലിൻ ഇല്ലേ, ഇപ്പം ഞാൻ വയലിന് 2 പ്രാവശ്യം പഠിക്കാൻ ആ, പോയിട്ടുണ്ട്. 2 പ്രാവശ്യം എനിക്ക് കറക്റ്റ് ഗുരുക്കന്മാരുടെ അടുത്ത് എത്തില്ല. സ്റ്റിൽ ഇപ്പോൾ ഒരു 6-7 മാസത്തിന് മുന്നേ ഞാനൊരു വയലിൻ വാങ്ങിച്ച് ഞാൻ തന്നെ പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം, എനിക്ക് വയലിൻ ഇപ്പം അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് അല്ല വയലിൻ. സത്യം അത് എല്ലാവരും പറഞ്ഞു. ഞാൻ നല്ലൊരു ഗുരുവിനെ തപ്പിയിരിക്കുകയാണ്. നമുക്ക് പക്ഷേ ഗുരു തപ്പാം. ഗുരു തപ്പാം. പക്ഷെ സ്റ്റിൽ ഞാൻ പറയട്ടെ, ഇപ്പം വയലിൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വരികയാണെങ്കിൽ ഞാൻ ആദ്യം കേൾക്കുന്നത് ഒരിക്കലും ഒരു പാട്ടല്ല, വയലിൻ്റെ ഏതെങ്കിലും ഒരു മ്യൂസിക് ആയിരിക്കും. അതുപോലെ എനിക്ക് ലിൻസ സ്ട്രില്ലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വയലിനിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇഷാൻ ദേവ് എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യൻ ഒരു എന്താ പറയുക മൾട്ടി എന്താ പറയുക ടാലന്റഡ്, അതായത് എല്ലാ ഇൻസ്ട്രുമെന്റ്സും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതിലേക്ക് ഇപ്പം ഒരാൾക്ക് ഇപ്പം ഈ ഗിറ്റാർ കാതിൽ വായിക്കും. തെന്മഴില്ലേ, ആ, കാതിൽ തെന്മഴിൽ കിടക്കുന്ന ഫ്ലൂട്ട് ഞാൻ വായിച്ചതാണ്. അതെയോ? കനകമുന്തിരിക്കകത്ത് കേൾക്കുന്ന ഫ്ലൂട്ട് ഞാൻ വായിച്ചതാണ്. പിന്നെ അതിനകത്ത് ചന്നമേരി എന്ന സോങ്ങിനകത്ത് ഗിറ്റാർ ഞാൻ വായിച്ചതാണ്. ഉം. പിന്നെ ഈ കേൾക്കുന്ന പാട്ടുകളൊക്കെ പിയാനോ പ്രോഗ്രാമിംഗ് ചെയ്തത് ഞാനാണ്. എല്ലാ പാട്ടുകളും എൻ്റെ മിക്സ് ചെയ്യണം ഞാനാണ്. എല്ലാ അപ്പം നീ മനസ്സിലായോ, അതാണ് ഞാൻ ഇത് എവിടെയോ ആലോചിച്ചത്. ഒരാളുണ്ടല്ലോ എനിക്കിത്. ഞാൻ ആളെ പേര് പറയുന്നില്ല, പക്ഷെ അത് വേറെ. സന്തോഷ് പണ്ഡിറ്റ്.
ഞാൻ സന്തോഷ് പണ്ഡിറ്റിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, ലിറിക്സ്, മ്യൂസിക്, അഭിനയം പക്ഷെ എല്ലാം കൂടെ വേറെ ചേർന്ന്. കാര്യം നമ്മൾ മ്യൂസിക്കിൽ ഈ പറയണ കാര്യങ്ങൾ ചെയ്യുന്നത് സംതിങ് ഡിഫറെൻ്റ് ആണ്. അതെ അതൊരു അതെ ഈസി പരിപാടി, അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ഇപ്പം മൾട്ടി ഇൻസ്ട്രുമെന്റലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഗിത്താറ്, വയലിൻ, ഫ്ലൂട്ട്, തബല, ഇതെല്ലാം എങ്ങനെയാണ്? എനിക്ക് പണ്ട് ഞാൻ പറയാം, ഞാൻ ഭയങ്കര വിരളിയായിരുന്നു ആ പണ്ട്. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ടീമിൽ, കൺഫ്യൂഷൻ ടീമിനകത്ത് മൾട്ടിപ്പിൾ ഉം, ഒരു ഇപ്പോൾ ഡ്രമ്മറുണ്ട് ജസ്റ്റിൻ ചേട്ടൻ. ജസ്റ്റിൻ ചേട്ടൻ ഗിറ്റാർ വായിക്കും, ഉം, ഡ്രമ്മ് വായിക്കും, ഫ്ലൂട്ട് വായിക്കും. ബാലു ചേട്ടൻ വയലിൻ വായിക്കും, പാടും, ഫ്ലൂട്ട് വായിക്കും, ഡ്രമ്മ് വായിക്കും. അപ്പോൾ ഈ എല്ലാവരും, ഞാൻ മാത്രമേ ഉള്ളൂ പാട്ടുള്ളത്. ഉം, അപ്പോൾ ഞാൻ പണ്ട് കുഞ്ഞിൽ ചെണ്ട പഠിച്ചിട്ടുണ്ട്, ഞാൻ ചെണ്ടയൊക്കെ വായിക്കുമായിരുന്നു. അങ്ങനെ ടീമിൽ ചെണ്ട വായിക്കാനാണ് ആദ്യമായിട്ട് ഒരു പെർക്കഷനിസ്റ്റായിട്ട്. അതിന് ശേഷം ഞാൻ കീബോർഡ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ജയൻ ചേട്ടൻ എന്നെ പഠിപ്പിക്കുന്നു. പിന്നെ അതിന് ശേഷം പ്രോഗ്രാമിങ്. അങ്ങനെ ഞാൻ തന്നെയാണ് ഇതിനു വേണ്ടി മെനക്കെട്ട് എനിക്ക് ഗിറ്റാർ വായിച്ച് ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്ത് പലയിടത്തും പോയി പഠിച്ച് അങ്ങനെ അങ്ങനെ ഒരു പാഷനായിരുന്നു. അത് പാഷനാണ്. നമുക്കിതെല്ലാം തൊട്ട് നോക്കണം എന്നുള്ളൊരാഗ്രഹം. ഒരു കളി നടക്കാത്തൊരു ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്ന് അറിയാമോ? വയലിൻ. അല്ല, വീണയല്ലേ ശരിക്കും? അല്ല, അതെ. ഏറ്റവും പഠിക്കാൻ എനിക്ക് ഏറ്റവും ടഫസ്റ്റ് ടഫ് ആയിട്ട് വയലിനാണ്. എനിക്ക് ടഫസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള വയലിനാണ്. വയലിനാണ്. വീണ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇപ്പം ഒരു ഉം, ഒരു മ്യൂസീഷ്യനായിട്ട്, ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു മ്യൂസീഷ്യനായിട്ടിരിക്കുമ്പോൾ ഒരു ഒരു ഗിറ്റാറിൽ എത്ര സ്ട്രിങ്സ് ഉണ്ട്, ഒരു സ്ട്രിങ് പൊസിഷൻ ഏതാണ്, അല്ലെങ്കിൽ ഉം, ഒരു കീബോർഡിൽ എത്ര എന്തൊക്കെ ഒക്ടേവ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഉം, ബേസിക് നോളജാണ് അത്. ആ ബേസിക് നമുക്കറിയാവുന്നതാണ്. ഉം. ഓക്കെ, ഫേവറേറ്റ് സിംഗർ ആരാണ്? സിംഗർ ഒരുപാട് ആൾക്കാരുണ്ട്. ഉം. നമുക്ക് ഒരു ഒരാളെ മ്യൂസീഷ്യന്റെ അടുത്ത് ഒരു ഫേവറേറ്റ് ചോദിക്കാൻ സിംഗർ പറ്റുമോ ചോദിക്കുന്നത് എന്ത് ചോദിക്കാൻ ക്വസ്റ്റ്യനാണ്? എന്നാലും അതെ. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവല്ലോ. ഒരാൾ, എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് മാറ്റിയ ഒരു കേൾവി, ഉം, അത് ഗുലാം അലിയാണ്. ഗുലാം അലി സാബാണ്. ഒരുപാട് ഗസൽസ് പുള്ളിയുടെ കേട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ മ്യൂസിക്കിൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കലാകാരൻ കൂടിയാണ്. അത് പാകിസ്ഥാനി ഗസൽ സിംഗറാണ്. ഉം. ഗസൽസ് ഒരുപാട് കേൾക്കാറുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട്. ഉം, ഹംഗാമ ഹെ ക്യൂം ബർപാ, ഹംഗാമ ഹെ ക്യൂം ബർപാ, हंगामा है क्यों बरपा, थोड़ी सी जो पीली है, डाका तो नहीं डाला, डाका तो नहीं डाला, चोरी तो नहीं की है, हंगामा है क्यों बरपा, थोड़ी सी जो पीली है. അടിപൊളി. ഉം. അടിപൊളി. എനിക്കൊന്ന് നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ വിൽസി എന്നെ ഒന്ന് എന്നെ ഇറക്കി വിളിച്ച് വിടുമെന്ന്. അങ്ങനെയല്ല. വിൽസിയുടെ ആദ്യത്തെ മ്യൂസിക്കൽ പോഡ്കാസ്റ്റിൽ എനിക്ക് വരാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട്. ബിക്കോസ് അത് വിൽസിയുടെ ക്വസ്റ്റ്യൻസും മ്യൂസിക് എന്താ പറയുക, അല്ല, അത് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ല, ജസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഇഷ്ടത്തോടെ ഒരു പാട്ട് ഇഷ്ടത്തോടെ സംസാരിക്കുന്ന ഒരാളും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രണ്ടാണല്ലോ. സത്യം അപ്പോൾ സത്യം. നമുക്ക് അത് ഇഷ്ടത്തോടെ ആണെന്നുള്ളത് എനിക്ക് എവിഡൻ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ആ ഇഷ്ടം വിൽസി അങ്ങനെ തന്നെ ആ മ്യൂസിക്കിൻ്റെ അടുത്ത് കാണിക്കണം. ബിക്കോസ് എന്നെ പോലുള്ള കലാകാരന്മാർക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും. ഉറപ്പായിട്ടും താങ്ക് യു സോ മച്ച് അല്ല, വിൽസിയുടെ. അവസാനം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഒരു ഫേവറേറ്റ് കോട്ട് എന്താണ്? ഫേവറേറ്റ് കോട്ട് ലൈഫിൽ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തെന്നൊരു കോട്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കോട്ട്. എൻ്റെ ലൈഫിന് സ്റ്റാർട്ടിങ് ഫ്രം സീറോ ഗോട്ട് നത്തിങ് ടു ലൂസ്, മീ മൈസെൽഫ് ഐ ഗോട്ട് നത്തിങ് ടു പ്രൂവ്. അടിപൊളി. അതാണ് അത്. വെൻ യു സ്റ്റാർട്ടിങ് ഫ്രം സീറോ, നിൻ്റെ രക്ഷകൻ നീ ബ്രോ, നിൻ്റെ മുന്നിലുള്ള കണ്ണാടികൾ നീ പൊട്ടിക്കൻ്റെ ബ്രോ, പാഷനോടെ പണിയെടുക്ക് ബ്രോ, വലിച്ചെറി നീ ഈഗോ, പിന്നെ നാട് നിന്നെ വാഴ്ത്താൻ നിൽക്കേണ്ട നീ തന്നെ ഹീറോ. ഓ, അത് പൊളിച്ചു. ഞാൻ എൻ്റെ വരിയാണേ. ആ, അടുത്ത പാട്ടാ. അതായത് കോപ്പി അടിക്കരുത്. ഇല്ലില്ല, കോപ്പി അടിക്കത്തില്ല. എൻ്റെ പേരെന്തായിരുന്നു? പോഡ്കാസ്റ്റിൻ്റെ പേര് ലുമിന ഫോക്കസ് സുലൈമാനി വിത്ത് ഫോക്കസിൻ്റെ വിൽസി. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ വരി കോപ്പി അടിക്കരുത് പ്ലീസ്. എനിക്ക് പാട്ട് ചെയ്യാനുള്ളതാണ്. എങ്കിൽ ഞാൻ ഇവൾക്കെതിരെ കോപ്പറേറ്റ് പരാതി കോപ്പിറൈറ്റ് കൊടുക്കും. വരാതെ. അല്ല, ഇപ്പൊ ഒരു കാര്യം, ഇപ്പം നമ്മൾ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. ഇപ്പം കവർ സോങ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ മ്യൂസിക് ഫീൽഡ് ഇവിടെ എല്ലാവരും ഇരുന്നിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ ഇരുന്ന് നമ്മൾ രണ്ടാൾക്കാർ സംസാരിക്കാൻ തീരെ താല്പര്യമില്ലാത്ത, അതെ അത് എന്താണ് നമ്മൾ ഇങ്ങനെ പോയത് അതെ, അല്ലേ? നമുക്ക് ഒരു കാര്യം ചെയ്യാം, ക്യാമറ വെച്ച് വെളിയിലോട്ട് അങ്ങ് നടന്നാൽ. അല്ല, അതും കൂടെ ചോദിക്കട്ടെ, അതിപ്പം ഒരുപാട് കവർ സോങ്സ് ചെയ്തിട്ടുണ്ട്, സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, ലൈവ് ഒരുപാട് ചെയ്തിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ഇഷ്ടം, എൻജോയ് ചെയ്യുന്ന ഏതാണ്? ഇപ്പം ഒരുപാട് ചില ആൾക്കാർ പറയാറുണ്ട്. മ്യൂസിക്കൽ ചെയ്യുന്ന ഞാൻ എപ്പോഴും പറയും, ചെറുതായിട്ടൊരു ഹമ്മിങ് പാടിയാൽ പോലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ചെറുതും വലിയ മ്യൂസിക്കിലില്ല. ഞാൻ ഒരിക്കൽ ഒരു ഫ്ലൈറ്റ് വെച്ചിട്ട് ബോംബെ ജയശ്രീ മാഡത്തിനെ കണ്ടു. ഞാൻ അഡിക്റ്റ് ഫാനാണ് ബോംബെ ജയശ്രീ. അപ്പം ഞാൻ ഫ്ലൈറ്റിൻ്റെ താഴെ ഇരുന്നിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിച്ചു. എടുക്ക് തമ്പി എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ പറയും, ഐ എ സ്മോൾ മ്യൂസീഷ്യൻ ഫ്രം കേരള എന്ന് പറഞ്ഞു. അതെന്നാ സ്മോൾ എന്ന് ചോദിച്ചിട്ട്, അതുപോലെ സ്മോൾ എല്ലാം കിടയാതെ മ്യൂസീഷ്യൻ അപ്പടി சொன்னா போதுം എന്ന് പറഞ്ഞു. അപ്പം
മ്യൂസിക്കിൽ ചെറുതും വലുതൊന്നുമില്ല. നമ്മളുടെ പാഷനും നമ്മുടെ ഇഷ്ടവും മാത്രമാണ് അതല്ലാതെ ചെറുതും വലുതൊന്നുമില്ല. എനിക്ക് അങ്ങനെ ചെറുതും വലുതും ഇഷ്ടമുള്ളത് ഇഷ്ടമല്ലായതല്ല. എനിക്ക് മ്യൂസിക് എല്ലാം ഇഷ്ടമാണ്. അല്ല, എന്താ എല്ലാം പറയാൻ കാരണം എന്നറിയോ, ഇപ്പം ഒരുപാട് ഇപ്പം മ്യൂസിക് കൺസേർട്ട് ഇപ്പം പണ്ടത്തേനേക്കാളും ഒരുപാട് ഇപ്പം നടക്കുന്നുണ്ട്. അപ്പം അതിൽ കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം എന്നൊരു ഇതുണ്ട്. അതായത് ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ലൈവിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എനിക്കൊരു ബാൻഡുണ്ട്, മ്യൂസിക് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ബാൻഡുണ്ട്. എനിക്കൊണ്ട് കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഞാൻ സജീവമാണ് ലൈവ് ഷോകളിലും. ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും വിൽസിയുടെ ഞാൻ എപ്പോഴും മാറ്റി വിളിച്ചുകൊണ്ടിരിക്കും. വിസ്ലി എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. തിരുത്തിയിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ 1 hour പോഡ്കാസ്റ്റ്? ബോർ അടിച്ചോ? വിൽസിയുടെ അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു ഇഷ്ടത്തോടെ സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റും ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ അത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ കാഷ്വലി ഒന്ന് സംസാരിക്കാൻ. എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ അടുത്തല്ല, എന്തെങ്കിലും പൊട്ടത്തരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിച്ചാൽ മതി, അവളോട് ക്ഷമിക്കുകയും ചെയ്യും. നല്ല തെറി കൊടുക്കണം, നല്ല നെഗറ്റീവ് കമൻസ് ഇട്ടിട്ട് അവളെ നല്ലൊരു പാഠം പഠിപ്പിക്കണം. എന്നെ വിട്ടേക്കണം പ്ലീസ്. ചേട്ടാ, ഞാൻ നന്നായില്ലെങ്കിലും ബാക്കിയുള്ളവരല്ലേ ആ സാധനം. അപ്പം ഇതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. എനിക്കറിയാം ദുബായിൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനിടയിൽ തിരക്കും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഈ 2-2.5 മണിക്കൂർ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് എന്നെ ഇത്രയും സഹിച്ചില്ല എന്നാലും സന്തോഷമാണെന്ന് എനിക്കറിയാം. അതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇവിടെ നല്ല നമ്മുടെ ടെക്നീഷ്യൻസിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊരു വലിയ അടുത്ത പോഡ്കാസ്റ്റ് ഇനി ഞാൻ എന്തായാലും ഒരു വർഷം കൂടെ വരും, നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് കാണേണ്ടി വരും. ഞാൻ തീർച്ചയായിട്ടും വീണ്ടും എന്താ പറയൂല്ലേ, തിരുപ്പി സന്ധിക്കും വരയ്ക്കും വണക്കം. വിടൈവരുത് ഉങ്ങളുടെ ഇഷാൻ ദേവ് വിത്ത് വിൽ സി. താങ്ക് യു. താങ്ക് യു സോ മച്ച്.